നമസ്കാരം. 1958 ഒരു തണുത്ത പ്രഭാതം. കമാൻഡർ വില്യം റോബർട്ട് ആൻഡേഴ്സൺ ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ലോകത്തിലെ ആദ്യത്തെ ആണവ അന്തർവാഹിനി ആറ്റോമിക് സബ്മറൈൻ്റെ ഫസ്റ്റ് കമാൻഡിംഗ് ഓഫീസറാണ് വില്യം റോബർട്ട് ആൻഡേഴ്സൺ. തലേ ദിവസം വാഷിംഗ്ടൺ DC-യിലെ നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ഒരു കോൾ, അത് കാരണമാണ് ഈ ആൻഡേഴ്സൺ ഇപ്പോൾ ധൃതി പിടിച്ചിട്ട് ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത്. അഡ്മിറൽ ലോറൻസ് ഡാസ്പിറ്റ്, അദ്ദേഹമാണ് ഈ ആൻഡേഴ്സനെ കാണണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അഡ്മിറൽ ഡാസ്പിറ്റിനെ നേരിട്ട് തന്നെ കാണണമെന്നും ഫോണിൽ കൂടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്നും തലേ ദിവസം തന്നെ പെൻറ്റഗണിലെ ഹെഡ് ഓഫ് ദി സബ്മറൈൻ ഇദ്ദേഹത്തെ ഈ ആൻഡേഴ്സനെ വിളിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാര്യമെന്താണ് എന്ന് മനസ്സിലാവാതെ ഇരുന്നതുകൊണ്ടാണ് വെപ്രാളപ്പെട്ടിട്ട് ഈ ആൻഡേഴ്സൺ ഓവർനൈറ്റ് ട്രെയിൻ തന്നെ പിടിച്ചിട്ട് വാഷിംഗ്ടൺ DC-യിലേക്ക് അവിടെയുള്ള ഈ ഡാസ്പിറ്റിന്റെ ഓഫീസിലേക്ക് തിരിച്ചത്. പിറ്റേ ദിവസം ഡാസ്പിറ്റിന്റെ ഓഫീസിൽ ചെന്നപാടെ ഇദ്ദേഹത്തെ കണ്ടതോടെ ഡാസ്പിറ്റ് അദ്ദേഹത്തിന്റെ റൂമിലുണ്ടായിരുന്ന ഒരു ജൂനിയർ ഓഫീസറിനെ അപ്പോൾ തന്നെ പുറത്താക്കിയ ശേഷം ഡാസ്പിറ്റ് ഈ ആൻഡേഴ്സനെ തന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് വാതിൽ അടച്ചു. എന്നിട്ട് മറ്റൊന്നും പറയാതെ എടുത്ത വായിൽ ഒരു ചോദ്യം: നിങ്ങൾക്ക് നിങ്ങളുടെ ആണവ അന്തർവാഹിനിയായിട്ടുള്ള ഈ നോട്ടിലസിനെ നോർത്ത് പോളിന്റെ അടിയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുമോ? അതായത് ആറ്റോമിക് സബ്മറൈനായിട്ടുള്ള ഈ നോട്ടിലസുമായിട്ട് അറ്റ്ലാന്റിക്കിൽ നിന്ന് ഈ നോർത്ത് പോളിന്റെ അടിയിലൂടെ പസഫിക്കിലേക്ക് പോകണം. നിങ്ങൾക്കതിന് സാധിക്കുമോ? ഒറ്റയടിക്കുള്ള ഈ ഒരു ചോദ്യം കേട്ടിട്ട് ആൻഡേഴ്സൺ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും ഇദ്ദേഹം ഉടൻ തന്നെ അതിനൊരു മറുപടി കൊടുത്തു. ഇദ്ദേഹത്തിന്റെ ആണവ അന്തർവാഹിനിയായിട്ടുള്ള ഈ നോട്ടിലസിന്റെ കരുത്തിൽ ഇദ്ദേഹത്തിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം എടുത്ത വായിൽ യെസ് എന്ന മറുപടിയാണ് കൊടുത്തത്. തൻ്റെ ഒരു യെസ് ചരിത്രം മാറ്റിക്കുറിക്കും എന്ന് ഇദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. കൊളംബസിനും മഗലനും ഗാമയ്ക്കും ഒക്കെ ശേഷം ചരിത്രം മാറ്റിക്കുറിക്കുവാൻ പോകുന്ന ഒരു യാത്രയായിരിക്കും ഇത്. ഉത്തരധ്രുവത്തിന്റെ മുകളിലൂടെ വിമാനത്തിൽ അല്ലെങ്കിൽ നടന്നുമൊക്കെ ഒട്ടനവധി യാത്രകൾ മനുഷ്യൻ ആ സമയം കൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുവരെ ആരും ഈ ഉത്തരധ്രുവത്തിന്റെ നോർത്ത് പോളിന്റെ അടിയിലൂടെ ഒരു യാത്ര സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്യമം ഇതുവരെയും ഒരു രാജ്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതാണ്, ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ ഡാസ്പിറ്റ് ഈ ആൻഡേഴ്സന്റെ ചുമലിൽ എടുത്തു വെച്ചിരിക്കുന്നത്. നോർത്ത് പോൾ അഥവാ ഉത്തരധ്രുവം എന്ന ആ ഒരു മഞ്ഞു മഹാസാമ്രാജ്യത്തിന്റെ അടിയിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ അത്ഭുതങ്ങളാണ് മറിഞ്ഞിരിക്കുന്നത് എന്ന് അന്നുവരെയും മനുഷ്യരാശിക്ക് അറിയില്ല. ആ ഒരു അജ്ഞാതമായ ലോകത്തിലൂടെ തൻ്റെ ആണവ അന്തർവാഹിനിയായ നോട്ടിലസുമായിട്ട് പോകണം എന്നാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആൻഡേഴ്സന് പക്ഷേ ഒരു കാര്യം അറിയാമായിരുന്നു. ഇത് വർഷം 1958. തൻ്റെ കയ്യിലിരിക്കുന്ന, താൻ കമാൻഡ് ചെയ്യുന്ന നോട്ടിലസ് ആണ് ഈ ഭൂമിയിലെ സർവീസിലുള്ള ആദ്യത്തെ ആറ്റമിക് സബ്മറൈൻ ആണവ അന്തർവാഹിനി. ഇന്ന് ഭൂമിയിൽ ഈ നോർത്ത് പോളിന്റെ അടിയിലൂടെ പോകാൻ ശേഷിയുള്ള ഒരേ ഒരു വാഹനം തൻ്റെ കയ്യിലിരിക്കുന്ന ഈ നോട്ടിലസ് മാത്രമാണ്. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഒന്നും ആലോചിക്കാതെ ആൻഡേഴ്സൺ യെസ് എന്ന മറുപടി ഡാസ്പിറ്റിന് കൊടുത്തത്. എന്നാൽ ഈ ഒരു ചോദ്യം കേട്ട ആവേശത്തിൽ ഉടൻ തന്നെ യെസ് എന്നൊരു മറുപടി ആൻഡേഴ്സൺ കൊടുത്തെങ്കിലും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒട്ടനവധി സംശയങ്ങൾ മാറിക്കിട്ടാനുണ്ട്. അതായത് തൻ്റെ ഈ നോട്ടിലസിൽ ഇപ്പോഴുള്ള രീതിയിലുള്ള ഈ ഒരു നോട്ടിലസുമായിട്ട് തനിക്ക് ഈ പറയുന്ന മഞ്ഞു മഹാസാമ്രാജ്യത്തിന്റെ അടിയിലൂടെ ഊളിയിട്ടിട്ട് ഈ ഒരു നോർത്ത് പോളിന്റെ അടിയിലൂടെ അതിനെ മറികടക്കാൻ സാധിക്കുമോ എന്ന് ഒന്ന് പരിശോധിച്ച് അറിഞ്ഞ ശേഷം മാത്രമേ കാര്യമായ ഒരു യെസ് അല്ലെങ്കിൽ അവസാന യെസ് ഇദ്ദേഹത്തിന് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് താൻ തിരികെ പോയിട്ട് തൻ്റെ വാഹനം ഈ നോട്ടിലസ് ഒന്ന് പഠിക്കട്ടെ ഒന്നുകൂടി. അതുമാത്രമല്ല, ഉത്തരധ്രുവം നോർത്ത് പോളിനെ കുറിച്ചിട്ട് വിശദമായി ഒന്ന് പഠിക്കുകയും ഇതുവരെയുള്ള ഡേറ്റ കളക്ഷൻ ഒക്കെ നോക്കിയെടുത്ത ശേഷം താനൊരു അവസാന യെസ് ഒരാഴ്ചയ്ക്കകം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ആൻഡേഴ്സൺ ഈ ഡാസ്പിറ്റിന്റെ ഓഫീസിൽ നിന്ന് അന്ന് ഇറങ്ങിയത്. അന്ന് ലോകത്ത് ഇതുവരെയും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അന്തർവാഹിനികളിൽ ഒരെണ്ണം പോലും പോകാത്ത ഒരു വഴി, അല്ലെങ്കിൽ ആരും പരിശ്രമിച്ച് നോക്കാത്ത ഒരു സ്ഥലം, അങ്ങോട്ടേക്ക് ഈ നോട്ടിലസുമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നോട്ടിലസിന്റെ അകത്തും പുറത്തുമൊക്കെ ഇപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ മതിയാവില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു അഴിച്ചുപണി നോട്ടിലസിൽ നടത്തിയ ശേഷം മാത്രമേ ഇദ്ദേഹത്തിന് ഈ ഒരു വാഹനവുമായിട്ട്, ഈ ഒരു അന്തർവാഹിനിയുമായിട്ട്, മുങ്ങിക്കപ്പലുമായിട്ട് ഈ പറയുന്ന അൺചാർട്ടേഡ് വാട്ടേഴ്സിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അഡ്മിറൽ ഡാസ്പിറ്റിന്റെ ഓഫീസിൽ നിന്ന് തിരിച്ചിറങ്ങിപ്പോകുന്ന ആൻഡേഴ്സൺ അദ്ദേഹത്തിന് നടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പുറകിൽ നട്ടലിലൂടെ ഒരു തണുപ്പ് അരിച്ചിറങ്ങുന്നതായിട്ട് തോന്നി. കാരണം ഇതുവരെയും ആരും ചെയ്യാത്ത ഒരു ഉദ്യമമാണ് താനും തൻ്റെ സഹപ്രവർത്തകരും ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. മാത്രവുമല്ല,
ഈ ചെയ്യാൻ പോകുന്ന കാര്യം അതീവ രഹസ്യമായിരിക്കുകയും വേണം. കാരണം സോവിയറ്റ് യൂണിയന്റെ ചാരന്മാർ എല്ലായിടത്തും ഉണ്ട്. അവർ അറിയാതെ വേണം ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ നോട്ടിലസ് ഈ ഒരു ഉദ്യമത്തിനായിട്ട് പുറപ്പെടുകയാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് കടലിലേക്ക് മാറിയ ശേഷം മാത്രമാണ് തന്റെ സഹപ്രവർത്തകരോട് പോലും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള വിവരം ഈ ആൻഡേഴ്സിന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്രയ്ക്ക് രഹസ്യമായിട്ട് വേണം ഈ ഒരു ദൗത്യം ഇവർക്ക് പൂർത്തിയാക്കാനായിട്ട്. സാഹസികത നിറഞ്ഞ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വലിയ ദൗത്യം ചുമലിലേറ്റി എടുത്തു വെച്ചിരിക്കുന്ന ഒരാളുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാവാൻ സാധ്യതയുള്ള സകല വികാരങ്ങളും ഈ ആൻഡേഴ്സിന് അപ്പോഴുണ്ടായിരുന്നു. ഡാസ്പിറ്റിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ആൻഡേഴ്സൺ നേരെ പോയത് കണറ്റിക്കറ്റിലെ ഗ്രാറ്റൺ തുറമുഖത്തേക്കാണ്. അവിടെയാണ് ഇപ്പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ ആറ്റോമിക് സബ്മറൈനായിട്ടുള്ള നോട്ടിലസ് കിടക്കുന്നത്. കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട് അമേരിക്കൻ നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് സബ്മറൈൻസ് മുങ്ങിക്കപ്പലുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനിയാണ് ജനറൽ ഡൈനാമിക്സ് ഇലക്ട്രിക് ബോട്ട്. ഈ കമ്പനിയുടെ ആസ്ഥാനമാണ് ഈ ഗ്രാറ്റൺ തുറമുഖം. അതുകൊണ്ട് തന്നെ ഗ്രാറ്റൺ ലോകത്തിലെ സബ്മറൈൻ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നും കൂടി അറിയപ്പെടാറുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ ആണവ മുങ്ങിക്കപ്പലായിട്ടുള്ള നോട്ടിലസ് പിറവിയെടുത്തത്. ഈ നോട്ടിലസ് ഇപ്പോൾ കിടക്കുന്നതും ഇതേ തുറമുഖത്ത് തന്നെയാണ്. അങ്ങനെ ആൻഡേഴ്സൺ ഈ നോട്ടിലസ് കിടക്കുന്ന ആ ഒരു ഡോക്കിലേക്ക് നടന്നു ചെന്നു. അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നോട്ടിലസിൽ കുറേയേറെ ആളുകൾ പണിയെടുക്കുന്നുണ്ട്. നോട്ടിലസിലെ ജീവനക്കാരാണ്. ബാക്കിയുള്ളത് ഇപ്പോൾ പറഞ്ഞ ജനറൽ ഡൈനാമിക്സ് ഇലക്ട്രിക് ബോട്ട് കമ്പനിയിലെ എഞ്ചിനീയേഴ്സാണ്. ഇവരെല്ലാം കൂടെ കൂടിയിട്ട് നോട്ടിലസിന്റെ അടുത്ത യാത്രയ്ക്ക് മുമ്പ് ഇപ്പോഴുള്ള പരിക്കുകൾ, അറ്റകുറ്റപ്പണികൾ അതെല്ലാം ഇവർ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂറ്റൻ തിമിംഗലം ഇങ്ങനെ കരക്കടിഞ്ഞ് കിടക്കുന്നത് പോലെയാണ് നോട്ടിലസിന്റെ ഡാർക്ക് ഗ്രേ കളറിലുള്ള ഉടല് ഹൾ ഭാഗം കണ്ടാൽ നമുക്ക് തോന്നുക. അന്തർവാഹിനി ഡോക്ക് ചെയ്ത് കിടക്കുകയാണെങ്കിലും അതിന്റെ ഭൂരിഭാഗം ശരീരഭാഗങ്ങളും ഉടലിന്റെ ഭാഗങ്ങളും ഒക്കെ ആ ഹൾ ഭാഗങ്ങളെല്ലാം ഇപ്പോഴും ഈ ജലത്തിന്റെ അടിയിൽ തന്നെയാണ് ഉള്ളത്. ഏതാണ്ട് 100 മീറ്ററാണ് നോട്ടിലസിന്റെ നീളം. അതായത് ഒരു ഫുട്ബോൾ കോർട്ടിന്റെ വലിപ്പം. അതുമാത്രമല്ല ഇതിന്റെ വ്യാസം എന്ന് പറയുന്നത് 8.5 മീറ്ററാണ്. അന്തർവാഹിനിയുടെ മുകളിൽ അതിന്റെ മെയിൻ ഡെക്കിൽ നിന്നും മുകളിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനെ നമ്മൾ സെയിൽ എന്നാണ് വിളിക്കുക. അന്തർവാഹിനി ജലോപരിതലത്തിലൂടെ പോകുമ്പോഴേക്കും അതിന്റെ കണ്ണുകളായിട്ട് പ്രവർത്തിക്കുന്ന പെരിസ്കോപ്പുകൾ, ബാക്കിയുള്ള മാപനികൾ, റഡാറുകൾ, റേഡിയോ തരംഗങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന ഉപകരണങ്ങൾ, അങ്ങനെയുള്ള സകല കാര്യങ്ങളും ആന്റിനകളും ഒക്കെ വെച്ചിരിക്കുന്നത് ഈ സെയിലിലാണ്. ഈ ഉപകരണങ്ങളൊക്കെ ആവശ്യമുള്ള സമയത്ത് സെയിലിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുകയും താഴ്ത്തുകയും അകത്ത് നിന്ന് കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഈ സെയിലിന്റെ ഈ ഉയർന്നു നിൽക്കുന്ന ആ ഒരു ഭാഗം സെയില്, അതിന്റെ മുൻഭാഗത്തെ ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. ഈ ബ്രിഡ്ജിലാണ് ഇതെല്ലാം ഇവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ബ്രിഡ്ജിലാണ് ഈ മാപനികളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. നോട്ടിലസോ അല്ലെങ്കിൽ മറ്റേത് അന്തർവാഹിനിയും ജലപ്പരപ്പിലൂടെ ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് 2-3 ആളുകൾ ഈ ഒരു സെയിലിനുള്ളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കും. കൺട്രോൾ ചെയ്യുക, കോൺ ചെയ്യുക എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിന് കോണിംഗ് ടവർ അല്ലെങ്കിൽ കണ്ണിംഗ് ടവർ എന്നൊക്കെ പേര് വിളിക്കാറുണ്ട്. ഇതൊക്കെ അമേരിക്കൻ ഇംഗ്ലീഷിലും ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും ഒക്കെ പല ഉച്ചാരണങ്ങളാണ്. കോണിംഗ് എന്നും കണ്ണിംഗ് എന്നും ഒക്കെ വിളിക്കും. എന്താണെങ്കിലും ഈ കോണിംഗ് ടവർ ഈ സെയിലിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് 2-3 പേർക്ക് വളരെ കഷ്ടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ അന്തർവാഹിനി ജലത്തിന്റെ മുകളിലൂടെ അല്ലെങ്കിൽ പെരിസ്കോപ്പിക്ക് ആ ഡെപ്തിലൂടെ പോകുമ്പോൾ മാത്രമാണ് ഇവിടെ ഈ 2-3 പേര് നിന്ന് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അല്ലാതെ ഈ അന്തർവാഹിനി ജലത്തിന്റെ അടിയിലേക്ക് ഊളിയിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ആരും ഉണ്ടാവില്ല. ഈ സെയിലിനുള്ളിൽ, ബ്രിഡ്ജിനുള്ളിൽ, കോണിംഗ് ടവറിനുള്ളിൽ ആരും ഉണ്ടാവില്ല. നമ്മുടെ കമാൻഡർ ആൻഡേഴ്സൺ ഇതിന്റെ സൈഡിൽ ചാരി വെച്ചിരിക്കുന്ന ഒരു ഏണിയിലൂടെ ഈ ഒരു കണ്ണിംഗ് ടവറിലേക്ക് സെയിലിലേക്ക് ഇദ്ദേഹം വലിഞ്ഞ് കയറി. അവിടെ ഇദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ആളുകൾ നിന്നുകൊണ്ട് ഇതിന്റെ പെരിസ്കോപ്പുകൾ ഇത് നന്നാക്കിയെടുക്കുന്ന ഒരു സമയമാണ്. എങ്ങനെയാണ് ഈ ഒരു അന്തർവാഹിനിയുടെ നോട്ടിലസിന്റെ പെരിസ്കോപ്പുകൾ കേടായത്? അതായത് ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഈ നോട്ടിലസുമായിട്ട് നമ്മുടെ ആൻഡേഴ്സൺ ആർട്ടിക് സർക്കിളിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഉത്തരധ്രുവം വരെ പോയില്ല, ആർട്ടിക് സർക്കിൾ ആ ഒരു ഭാഗത്ത്, ആ ഒരു ഏരിയ വരെ ഇദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവര് ഈ ഐസ് പാളികളുടെ അടിയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ നോട്ടിലസിന് സർഫസ് ചെയ്യേണ്ട ഒരു സമയം വന്നു, പൊങ്ങി വരേണ്ട ഒരു സമയം വന്നു. ഇദ്ദേഹം മുകളിലേക്ക് പെരിസ്കോപ്പുകളും ഈ പറയുന്ന റേഡിയോ ആന്റിനകളും സോണാർ മീറ്ററുകളും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മുകളിൽ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം ഇദ്ദേഹത്തിന് കിട്ടി. ജലപ്പരപ്പാണ്, അവിടെ ഐസ് ഇല്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഈ നോട്ടിലസിനെ ഇദ്ദേഹം അങ്ങോട്ടേക്ക് ഉയർത്തുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ കുറച്ച് ദൂരം മുന്നോട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. ഈ മാപനികൾ കാണിച്ചതെല്ലാം തെറ്റാണ്. അവിടെ ജലമല്ല, വീണ്ടും നല്ല കനത്ത ഐസ് പാളികളാണ് ഉള്ളത്. വളരെ വേഗത്തിൽ ഇങ്ങനെ പൊങ്ങി വന്നതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇവർ ഈ സെയിലിൽ നിന്ന്
ഈ ഒരു പെരിസ്കോപ്പിന്റെ ഭാഗങ്ങളെല്ലാം ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇവര് പൊങ്ങുന്ന ഭാഗം ഇവർക്ക് കാണണമല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ പെരിസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇത് അറിയാതെ ഈ പെരിസ്കോപ്പ് ഉള്ള ഭാഗം ഈ മുകളിലെ ഐസ് പാളികളിൽ ചെന്ന് ഇടിക്കുകയും ആ പെരിസ്കോപ്പ് എല്ലാം വളഞ്ഞ് ഒടിഞ്ഞു പോവുകയും ചെയ്തു. പിന്നീട് ഒരു വിധത്തില് എങ്ങനെയോ ഇദ്ദേഹം മറ്റൊരു ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുകയും അവിടെ നോട്ടിലസിനെ സർഫസ് ചെയ്യിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഒരു വിധത്തില് അന്ന് അവിടെ നിന്ന് അവര് രക്ഷപ്പെട്ട് തിരികെ വന്നതാണ്. പിന്നീട് അങ്ങോട്ടേക്ക് പോകേണ്ട വരും എന്നൊന്നും ഇദ്ദേഹം വിചാരിച്ചതല്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായത് എന്താണ്? ഇനി അങ്ങോട്ടേക്ക് പോകേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നോട്ടിലസിലുള്ള ഈ പെരിസ്കോപ്പുകളും ഈ മാപിനികളും റേഡിയോ ആന്റിനകളും ഒക്കെ വെച്ചിട്ട് ഇവർക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതെല്ലാം തെറ്റായ റീഡിങ്ങുകളാണ് ഉത്തരധ്രുവത്തിൽ തരുന്നത്. അവിടുത്തെ പ്രത്യേക ജിയോഗ്രഫി കാരണം ഇതൊന്നും നേരെ ചൊവ്വേ അവിടെ വർക്ക് ചെയ്യില്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പോൾ ഈ പെരിസ്കോപ്പിൽ ഇവര് നന്നാക്കിയെടുക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഇവർക്ക് യാതൊരു പ്രയോജനവുമില്ല. ഈ നോട്ടിലസിൽ കൂടുതൽ മാപിനികൾ ഉപകരണങ്ങൾ ഘടിപ്പിച്ചേ മതിയാവുകയും. നമ്മൾ ഒരു കാര്യം ഓർക്കണം, മുകളിലേക്ക് ഉയരുന്ന സമയത്ത് മാത്രമാണ് നോട്ടിലസിന് ഈ പെരിസ്കോപ്പുകളുടെ ആവശ്യമുള്ളൂ. ഈ മുകൾ ഭാഗം കാണേണ്ട ആവശ്യമുള്ളൂ. ഈ അന്തർവാഹിനി ജലത്തിന്റെ അടിയിലൂടെ, കടലിന്റെ അടിയിലൂടെ പോകുന്ന സമയത്ത് പെരിസ്കോപ്പുകൾ ഉപയോഗിക്കാറില്ല. ആ സമയത്ത് അന്തർവാഹിനികളുടെ കണ്ണും കാതുകളും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് സോണാർ മീറ്ററുകളാണ്, സോണാർ ഉപകരണങ്ങളാണ്. ആഴങ്ങളിൽ അന്തർവാഹിനികളുടെ കണ്ണും കാതും ഒക്കെ ഈ സോണാറുകളാണ്. ഇതിനകത്ത് ലിസണിങ് സോണാർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് എപ്പോഴും ഇങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. ഈ ജലപ്പരപ്പിലൂടെ ഏതെങ്കിലും വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതല്ല ഇത് കേട്ടുകൊണ്ടായിരിക്കുന്നത്. ആ ശബ്ദം അനലൈസ് ചെയ്തിട്ട് ഏത് ടൈപ്പുള്ള സാധനമാണ് പോകുന്നത് എന്നും അതിലേക്കുള്ള ദൂരമൊക്കെ ഈ സോണാറിൽ നിന്ന് ഇവർക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ലിസണിങ് സോണാർ. മറ്റൊരു കൂട്ടം സോണാറുകളുണ്ട്. ആ സോണാറുകൾ ഈ അന്തർവാഹിനിയിൽ നിന്ന് പുറത്തേക്ക് ഈ ശബ്ദവീചികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അതെവിടെയെങ്കിലും പോയി തട്ടിയിട്ട് തിരിച്ചു വരുന്ന അത് അനലൈസ് ചെയ്തിട്ട് എത്രത്തോളം ദൂരത്താണ് അതുള്ളത്, മത്സ്യം വരെയും ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ, ജീവികൾ, കപ്പലുകളൊക്കെ ഈ അന്തർവാഹിനിയുടെ ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ സോണാറിൽ നിന്ന് ശബ്ദങ്ങൾ പുറത്തേക്ക് കൊടുത്തിട്ട് അത് തിരിച്ചു വരുന്നത് നോക്കിയിട്ട് ഇവർക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ശത്രു കപ്പലുകൾ ഉള്ള സമയത്ത് ഇതുപോലെ ഈ സബ്മറയിൽ നിന്ന് ഇതുപോലെ സോണാറുകൾ ഓണാക്കിയിട്ട് ഇവർ ശബ്ദം പുറത്തേക്ക് കൊടുക്കാറില്ല. അതിന് പകരം മുമ്പ് പറഞ്ഞ ലിസണിങ് സോണാറുകൾ കേട്ടുകൊണ്ടിരിക്കുക മാത്രമാണ് ഇവർ ചെയ്യുക. പറഞ്ഞല്ലോ, ഒരു 4 മാസം മുമ്പ് ഇവരെ ആർട്ടിക് സർക്കിളിൽ വരെ പോയിട്ടുണ്ടായിരുന്നു 1957. അന്ന് ഉത്തരധ്രുവത്തിൽ നിന്ന്, എക്സാക്ട് ഉത്തരധ്രുവത്തിൽ നിന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലം വരെയാണ് ഇവർ എത്തിച്ചേർന്നത്. ആ ഒരു സ്ഥലത്ത് മുമ്പ് പറഞ്ഞതുപോലെ പല അപകടങ്ങൾ ഇവർക്കുണ്ടായി. ഒരു 5 ദിവസം അവിടെ ചുറ്റിക്കറങ്ങി നടന്ന ശേഷമാണ് ഇവർ തിരികെ അന്ന് പോന്നത്. മുമ്പ് പറഞ്ഞതുപോലെ ആ ഒരു യാത്ര കൊണ്ട് നോട്ടിലസിൽ ഇപ്പോഴുള്ള ഈ പറയുന്ന മാപിനികൾ, ഉപകരണങ്ങൾ ഒന്നും നേരെ ചൊവ്വേ ഉത്തരധ്രുവത്തിൽ വർക്ക് ചെയ്യില്ല എന്ന് ആൻഡേഴ്സിന് പിടികിട്ടിയതാണ്. അതുകൊണ്ടാണ് മുമ്പ് അദ്ദേഹം ഒരു യെസ് പറഞ്ഞിട്ട് വീണ്ടും പഠിക്കാനായിട്ട് ഒരാഴ്ച സമയം വേണം എന്ന് പറഞ്ഞത്. അങ്ങനെ ആൻഡേഴ്സൺ മുകളിലെ ആ ഒരു സെയിൽ ബ്രിഡ്ജ്, ആ ഒരു ഭാഗത്ത് നിന്ന്, കോണിംഗ് ടവർ, ആ ഒരു ഭാഗത്ത് നിന്ന് ലാഡർ വഴി, അവിടെ ഒരു ലിഡ് ഉണ്ട്, അത് തുറന്നിട്ട് ഇദ്ദേഹം ഇതിന്റെ ഉള്ളിലേക്ക് താഴേക്ക് ഇറങ്ങി. അവിടെയാണ് ഓഫീസേഴ്സ് വാർഡ് റൂം എന്ന് പറയുന്ന ഒരു റൂം ഉള്ളത്. അവിടെയും കുറെ ആളുകൾ ഇരുന്ന് പണിയുന്നൊക്കെയുണ്ട്. ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരാണ്. അടുത്ത യാത്രയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡേഴ്സൺ അവരോടൊക്കെ ഹായും കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഇദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് നടന്നുപോയി. എന്നിട്ട് വാതിൽ അടച്ചു. ഇദ്ദേഹത്തിന്റെ ക്യാബിനുള്ളിൽ ചെറിയൊരു ലൈബ്രറി ഉണ്ട്. അത് പൂട്ടി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് രഹസ്യ മാപ്പുകൾ, ചാർട്ടുകൾ, പുസ്തകങ്ങളൊക്കെ ഇദ്ദേഹം വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇദ്ദേഹം തുറന്നിട്ട് അതെല്ലാം വലിച്ചു വാരി ആ ടേബിളിലേക്ക് ഇങ്ങനെ എടുത്തിട്ടു. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം പഠിക്കാൻ പോവുകയാണ്. ഉത്തരധ്രുവത്തിലേക്കാണ് പോകേണ്ടത്. അതുവരെയും ഇവരുടെ കയ്യിലുള്ള ഡേറ്റ കളക്ഷൻ ഇദ്ദേഹം എടുത്ത് നോക്കുകയാണ്. അവിടെ എന്തൊക്കെയാണുള്ളത്, എത്രയൊക്കെ ആഴത്തിലുള്ള കടലാണ് അവിടെ ഉള്ളത്, ആ കടലിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഐസൊക്കെ ഏതൊക്കെ മാസങ്ങളിലാണ് ഉള്ളത്, എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുക. ഇവർ പോയ സ്ഥലത്ത് നിന്ന് വീണ്ടും 300 കിലോമീറ്ററുകൾ വെള്ളത്തിന്റെ അടിയിലൂടെ വേണം ഇവർക്ക് പോകാനായിട്ട്. എങ്കിലേ ഉത്തരധ്രുവത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അത് മാത്രമല്ല, അത് ക്രോസ് ചെയ്തിട്ട് ഇവർക്ക് അപ്പുറേ കടക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ആൻഡേഴ്സന് ഇവിടെ ഇരുന്ന് ഇനി പഠിക്കേണ്ടതുണ്ട്. ആൻഡേഴ്സൺ അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ, അദ്ദേഹത്തിന് അതിന്റെ സമയം നമുക്ക് കൊടുക്കാം. പക്ഷെ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഒരു 100 വർഷങ്ങൾ പുറകോട്ടേക്ക് ഒന്ന് പോകേണ്ടി വരും. ആൻഡേഴ്സന്റെ സമയം എന്ന് പറയുന്നത് 1957, 58 കാലഘട്ടമാണ്. അവിടെ നിന്ന് ഒരു 100 വർഷം പുറകിലേക്ക് പോയാൽ മാത്രമാണ് ഇപ്പോൾ ആൻഡേഴ്സൺ കമാൻഡ് ചെയ്യുന്ന ഈ ആറ്റമിക് സബ്മറൈൻ, ആണവ അന്തർവാഹിനിയായിട്ടുള്ള ഈ ഒരു വെസലിന് നോട്ടിലസ് എന്ന് പറഞ്ഞ പേര് എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നോട്ടിലസ് എന്ന പേര് പഠിച്ചാൽ മാത്രമേ എന്തിനാണ് ആൻഡേഴ്സൺ ഈ ഒരു പണിക്ക് ഇപ്പോൾ ഇറങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു 100 വർഷം പുറകിലേക്ക് പോകാം. ആ 100 വർഷം പുറകിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത്
മറ്റൊരു അന്തർവാഹിനി ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടായിരുന്നു. നോട്ടിലസ് എന്ന് തന്നെയായിരുന്നു ആ അന്തർവാഹിനിയുടെ പേര്. പക്ഷെ ആ നോട്ടിലസ് അലഞ്ഞു തിരിഞ്ഞ് കറങ്ങി നടന്നിരുന്നത് ഈ 5 പഞ്ചമഹാസമുദ്രങ്ങളിലൂടെ ആയിരുന്നില്ല. അതിന് പകരം ഈ ലോകത്തുണ്ടായിരുന്ന സയൻസ് ഫിക്ഷൻ സാഹിത്യ സയൻസ് പ്രേമികളുടെ മനസ്സിലൂടെ ആയിരുന്നു. സയൻസ് ഫിക്ഷൻ നോവലുകളുടെ തമ്പുരാൻ ജൂൾ വേൺ അദ്ദേഹത്തിന്റെ 1870 ഇറങ്ങിയ ഒരു പുസ്തകം 20,000 ലീഗ്സ് അണ്ടർ ദ സീസ്, കടലിനടിയിൽ 20,000 കാതങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു പുസ്തകം, ആ പുസ്തകത്തിലാണ് ഇപ്പറഞ്ഞ ഈ നോട്ടിലസ് എന്ന് പറഞ്ഞ അന്തർവാഹിനി ഉണ്ടായിരുന്നത്. അതായത് ആ നോട്ടിലസ് നമ്മുടെ ഈ ആൻഡേഴ്സനും 100 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആ നോട്ടിലസ് ഒരു യഥാർത്ഥ അന്തർവാഹിനി ആയിരുന്നില്ല. ജൂൾ വെണിന്റെ സയൻസ് ഫിക്ഷൻ നോവലായിട്ടുള്ള ഇപ്പറഞ്ഞ 20,000 ലീഗ്സ് അണ്ടർ ദ സീസ് എന്ന് പറഞ്ഞ ആ നോവലിലായിരുന്നു ഈ നോട്ടിലസ് ഉണ്ടായിരുന്നത്. നിങ്ങളിൽ പല ആളുകളും ജൂൾ വെണിന്റെ പല കൃതികളും വായിച്ചിട്ടുണ്ടാവണം. ചിലതൊക്കെ മലയാള പരിഭാഷകളുമുണ്ട്. ഈ പറയുന്ന 20,000 ലീഗ്സ് അണ്ടർ ദ സീസിന്റെ മലയാളമുണ്ട്. ഇത്തരം പല കൃതികളുടെയും മലയാള പുസ്തകങ്ങൾ ലഭ്യമാണ്. നിങ്ങളിൽ പല ആളുകളും അത് വായിച്ചിട്ടുണ്ടാവണം. എങ്കിലും ഈ ജൂൾ വെണിനെ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സയൻസ് ഫിക്ഷൻ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഇദ്ദേഹത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാനിത് പ്രത്യേകം പറയാനുള്ള കാരണം ഇതിനു മുമ്പുള്ള പല വീഡിയോസിലും നിങ്ങളിൽ എൻ്റെ വിചാരം നിങ്ങളെല്ലാം ഇങ്ങനെയുള്ള പല പുസ്തകങ്ങൾ, ക്ലാസിക് ബുക്കുകൾ വായിച്ചിട്ടുണ്ടാവും എന്നുള്ള ധാരണയിൽ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് കമൻറ്റുകൾ നോക്കുകയും ഇമെയിലുകൾ വായിക്കുകയും വാട്സപ്പ് മെസ്സേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ പ്രായത്തിലുള്ള കുറച്ച് ആളുകളല്ലാതെ ബാക്കി ആരും ഞാൻ ഈ പറയുന്ന പുസ്തകങ്ങളൊന്നും കേട്ടിട്ടുകൂടിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും എനിക്ക് വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നത്. എന്താണേലും അറിഞ്ഞിട്ടില്ലാത്തവർ ഇത് കേട്ടുകൊള്ളൂ. ജൂൾ വേൺ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ളത് വായിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് തിരികെ വരാം. നമ്മുടെ ഈ നോട്ടിലസ്, ജൂൾ വേൺ സൃഷ്ടിച്ച ആ ഒരു സാഹിത്യ കൃതിയിലെ സാങ്കല്പിക നോട്ടിലസ് എന്ന് പറഞ്ഞ ആ ഒരു അന്തർവാഹിനിക്ക് ഇന്ന് നമ്മൾ കാണുന്ന പല അന്തർവാഹിനികളിലും ഉള്ള സൗകര്യങ്ങൾ അന്നേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇത് സയൻസ് ഫിക്ഷൻ നോവൽ എഴുതുന്ന ഒരാളുടെ ഭാവനയുടെ കഴിവാണ്, അയാളുടെ പ്രത്യേക കഴിവാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ അതാണല്ലോ സയൻസ് ഫിക്ഷൻ. ആ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ അന്തർവാഹിനികൾ ചേർത്തിരിക്കുകയാണ്. ഇന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അന്തർവാഹിനിയായിരുന്നു അത്. അന്നത് വായിച്ച ആളുകൾ അന്തം വിട്ടിട്ടുണ്ട്. പക്ഷേ ആ അന്തർവാഹിനിയും ഇന്നത്തെ അന്തർവാഹിനികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് നമുക്ക് ആ കഥ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അത്രയ്ക്ക് ഭാവന ഉണ്ടായിരുന്ന ഒരാളാണ് ജൂൾ വേൺ. നമ്മൾ എന്തിനാണ് ഈ 100 വർഷം പുറകിലേക്ക് വന്നത്? നമ്മുടെ ഈ ആറ്റമിക് അന്തർവാഹിനിയായിട്ടുള്ള നോട്ടിലസ്, ആൻഡേഴ്സന്റെ നോട്ടിലസിന് ആ പേരെങ്ങനെ വന്നു എന്നറിയാനാണ്. അപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന നോട്ടിലസ് എന്ന് പറയുന്നത് ഈ പറയുന്ന നോവലിലെ ജൂൾ വേണിന്റെ നോട്ടിലസ് ആണ്. പക്ഷേ ഈ നോട്ടിലസ് എന്ന് പറഞ്ഞ പേര് ജൂൾ വേണിന് എവിടെ നിന്നാണ് കിട്ടിയത്? ആ പേര് ജൂൾ വേണിന് കിട്ടിയത് അദ്ദേഹത്തിനും ഒരു 70 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു യഥാർത്ഥ അന്തർവാഹിനിയിൽ നിന്നാണ്. അതായത് ജൂൾ വേണിനും 70 വർഷങ്ങൾക്ക് മുമ്പ് നോട്ടിലസ് എന്ന് പറഞ്ഞ പേരിൽ ശരിക്കും ഒരു അന്തർവാഹിനി ഉണ്ടായിരുന്നു. റോബർട്ട് ഫുൾട്ടൺ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ എഞ്ചിനീയറാണ് ആ ഒരു അന്തർവാഹിനി നിർമ്മിച്ചത്. റോബർട്ട് ഫുൾട്ടന്റെ അന്തർവാഹിനിയുടെ ചിത്രമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വിചിത്രമായ ഒരു രൂപത്തിലുള്ള ഒരു അന്തർവാഹിനി. പഴയ ഗ്രീക്ക് ഭാഷയിലെ നോട്ട്ലോസ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു വേർഡുണ്ട്. അതിന്റെ അർത്ഥം നാവികൻ എന്നാണ്. ഇതേ പേരിൽ നോട്ടിലസ് അല്ലെങ്കിൽ നോട്ടിലോസ് എന്ന് പറഞ്ഞ പേരിൽ ഒരു കടൽ ജീവിയുമുണ്ട്. നമ്മുടെ ഈ റോബർട്ട് ഫുൾട്ടൺ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ആ പഴയ അന്തർവാഹിനിക്ക്, വിചിത്ര രൂപമുള്ള ആ ഒരു അന്തർവാഹിനിക്ക് പേര് കൊടുത്തത് ഈ പറഞ്ഞ പേരിൽ നിന്നാണ്. ആ ഒരു കടൽ ജീവിയുടെ പേരിൽ നിന്നാണ് ഇദ്ദേഹം നോട്ടിലസ് എന്ന് പറഞ്ഞ പേര് കടം കൊണ്ടത്. അതായത് നാവികൻ എന്നാണ് ആ ഒരു പേരിന്റെ അർത്ഥം. സാക്ഷാൽ നെപ്പോളിയന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ നോട്ടിലസ്, ആദ്യത്തെ നോട്ടിലസ് നിർമ്മിച്ചത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ലോകത്തിലെ ആദ്യത്തെ പ്രാക്ടിക്കൽ, അതായത് ശരിക്കും പ്രവർത്തിക്കുന്ന ഒരു യഥാർത്ഥ അന്തർവാഹിനിയാണ് ഈ റോബർട്ട് ഫുൾട്ടന്റെ നോട്ടിലസ് എന്നാണ് പറയപ്പെടുന്നത്. വെറും 6.5 മീറ്റർ മാത്രമാണ് റോബർട്ട് ഫുൾട്ടന്റെ ഈ ഒരു ആദ്യത്തെ നോട്ടിലസിന് ഉണ്ടായിരുന്നത്. ഓർക്കണം, ഇതിൽ വെറും 4 പേർക്ക് മാത്രമാണ് സഞ്ചരിക്കാൻ സാധിക്കുക. ഈ 4 പേർക്ക് 1 മണിക്കൂർ സമയം കടലിന്റെ അടിയിൽ സഞ്ചരിക്കാൻ സാധിക്കും. അതും വെറും ഈ സർഫസിൽ നിന്ന് വെറും 7.5 മീറ്റർ താഴ്ചയിൽ മാത്രമാണ് ഈ നോട്ടിലസ്, ഈ പറഞ്ഞ ആദ്യത്തെ നോട്ടിലസ് മുങ്ങുക. ഇനി ഈ റോബർട്ട് ഫുൾട്ടന്റെ നോട്ടിലസ് കടൽ പരപ്പിലേക്ക് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിന് വീണ്ടും മുന്നോട്ടേക്ക് പോകേണ്ടതല്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഈ നോട്ടിലസിലെ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ഒരു പായ ഇദ്ദേഹം ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പായയുടെ ഇതുകൊണ്ട് കാറ്റിന്റെ ശക്തിയിൽ സാധാരണ പഴയ കപ്പലുകൾ നിയന്ത്രിക്കുന്നത് പോലെ ഈ നോട്ടിലസിനെ അവർക്ക് കാറ്റിന്റെ ശക്തിയിൽ മുന്നോട്ട് നീക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവണം, ഈ ഒരു 4 പേർക്ക് മാത്രം കയറാനും കഴിയുന്ന, 1 മണിക്കൂർ മാത്രം മുങ്ങിക്കിടക്കാൻ കഴിയുന്ന, 7.5 മീറ്റർ താഴ്ചയിൽ മുങ്ങിക്കിടക്കാൻ കഴിയുന്ന ഈ നോട്ടിലസ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? എങ്ങനെയാണ് ഈ വെള്ളത്തിനടിയിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഏത് ഇന്ധനമാണ് ഉപയോഗിച്ചിരുന്നത്? ഇതിന് പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഇന്ധനവും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിന് പകരം
ഇതിനകത്തേക്ക് കയറുന്ന 4 പേര് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. കാരണം ഇതിനകത്ത് ഒരു ലിവറുണ്ട്. ആ ലിവർ തുടർച്ചയായിട്ട് കറക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ന്യൂട്രലസിന്റെ പുറത്തുള്ള ആ ഒരു ഫാനുകൾ, പ്രൊപ്പല്ലറുകൾ കറങ്ങും. അതിന്റെ ശക്തിയിലാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നത്. അതായത് ഭക്ഷണം തന്നെയായിരുന്നു നമ്മുടെ ഈ റോബർട്ട് ഫുൾട്ടന്റെ ആദ്യത്തെ ന്യൂട്രലസിന്റെ ഇന്ധനം. എന്താണെങ്കിലും ഇത്രയും പോരായ്മകളുള്ള ഒരു സാധനമാണ് ഇത്. അതുകൊണ്ട് തന്നെ നെപ്പോളിയന്റെ ബാക്കിയുള്ള ജനറൽമാർ ഇത് സൈന്യത്തിലെടുക്കാനായിട്ട് അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ നെപ്പോളിയൻ ഇത് ഒരിക്കലും യുദ്ധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു ആദ്യ ന്യൂട്രലസ്, റോബർട്ട് ഫുൾട്ടന്റെ ന്യൂട്രലസ്. നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി പതച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വേഗതയില്ലേ, അതിനേക്കാളും കുറച്ചുകൂടെ വേഗത അത് മാത്രമായിരുന്നു ഈ ന്യൂട്രലസിന് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഫിക്ഷൻ നോവൽ എഴുതിയ ജൂൾ വേൺ, 20,000 ലീഗ്സ് അണ്ടർ ദ സീസ് എന്ന് പറഞ്ഞ അതിനകത്തൊരു ന്യൂട്രലസിനെ സൃഷ്ടിച്ച ജൂൾ വേൺ, ആ പേര് മാത്രമാണ് ഈ റോബർട്ട് ഫുൾട്ടന്റെ ആ ഒരു അന്തർവാഹിനിയിൽ നിന്നും കടം കൊണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ച് നേവി ഒരു സബ്മറൈൻ, ഒരു അന്തർവാഹിനി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പ്ലോൺഷുവ എന്നായിരുന്നു ആ ഒരു അന്തർവാഹിനിയുടെ പേര്. ലോകത്തിലെ ആദ്യത്തെ എഞ്ചിൻ പവേർഡ് അന്തർവാഹിനിയാണ് ഈ പ്ലോൺഷുവ. പ്ലോൺഷുവയുടെ ഡിസൈന് അക്കാലഘട്ടങ്ങളിൽ എല്ലാ പത്രങ്ങളിലും വരികയും പല പുസ്തകങ്ങളിലും ഉണ്ടായിരുന്ന ഒരു ഡിസൈനാണ്. ആ ഡിസൈൻ അഗാധമായിട്ട് പഠിച്ച ശേഷമാണ് ആ ഡിസൈനിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ നോവലിലെ ന്യൂട്രലസിന് ജന്മം കൊടുത്തത്. അതായത് പേര് റോബർട്ട് ഫുൾട്ടന്റെ നെപ്പോളിയന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ആ ചെറിയ ആ ഒരു ന്യൂട്രൽസിൽ നിന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ഫ്രഞ്ച് നേവിയുടെ ഈ പ്ലോൺഷ്വ എന്ന് പറയുന്ന ആ ഒരു അന്തർവാഹിനിയിൽ നിന്നുമാണ് ജൂൾ വേൺ കടം കൊണ്ടത്. ഈ പ്ലോൺഷ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവർ, കടലിൽ നീന്തുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അറിയാനുള്ള മറ്റൊരു ആകാംക്ഷ ഉണ്ടായിട്ടുണ്ടാവണം. ആദ്യത്തെ ന്യൂട്രലസ് വർക്ക് ചെയ്തിരുന്നത് കൈകൊണ്ട് കറക്കി നമ്മുടെ മാനസികമായിട്ടുള്ള ഊർജ്ജത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എഞ്ചിൻ പവേർഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലോൺഷ്വ എന്ന് പറയുന്ന ഈ ഒരു ഫ്രഞ്ച് അന്തർവാഹിനി എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്? ഈ പ്ലോൺഷ്വയ്ക്കകത്ത് വലിയ വലിയ സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു. അതായത് ഹൈ പ്രഷറിൽ, ഉയർന്ന മർദ്ദത്തിൽ വായു കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന സിലിണ്ടേഴ്സ് ആയിരുന്നു അത്. വായു അതീവ മർദ്ദത്തിൽ കംപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ആ വായുവിന് അതിന്റെ ചീറ്റൽ ശക്തി ഉണ്ടാവണം. ആ ശക്തിയിൽ നിന്നാണ് അത് വെച്ചിട്ട് പ്രൊപ്പല്ലറുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, ഫാൻസ് ഒക്കെ കറക്കിയിട്ടാണ് ഈ ഒരു അന്തർവാഹിനി പ്ലോൺഷ്വ പ്രവർത്തിച്ചിരുന്നത്. അതായത് കംപ്രസ്ഡ് എയർ ആയിരുന്നു ഇതിന്റെ ഇന്ധനം. അങ്ങനെ ജൂൾ വേണിന് തന്റെ സാങ്കല്പിക അന്തർവാഹിനിയായിട്ടുള്ള ന്യൂട്രലസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി പേര് കിട്ടി. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിന്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ പ്ലോൺഷ്വ എന്ന് പറഞ്ഞ ആ അന്തർവാഹിനിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. നമുക്കിനി നേരെ ഈ ജൂൾ വേണിന്റെ ഈ കഥയ്ക്കുള്ളിലേക്ക് കടക്കാം. 20,000 ലീഗ്സ് അണ്ടർ ദ സീസ്, കടലിന്റെ അടിയിൽ 20,000 കാതങ്ങൾ. ഈ കഥ ആരംഭിക്കുന്നത് 1866 ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല കപ്പലുകൾ ഒരു വിചിത്ര ജീവിയെ കണ്ടതായിട്ട്, പല സമുദ്രങ്ങളിൽ കണ്ടതായിട്ട് റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിയ ഒരു സന്ദർഭത്തിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. ലോകത്തിന്റെ പല സമുദ്രങ്ങളിൽ ഏതാണ്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ, ടൈം ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഭീകര ജീവിയെ ഈ പല നാവികർ കണ്ടതായിട്ട് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വിചിത്ര ജീവി പല കപ്പലുകളെയും ആക്രമിക്കുന്നുണ്ട്, മുക്കുന്നുണ്ട്. എന്നിട്ട് അതിവേഗതയിൽ അവിടെ നിന്ന് മറയുകയാണ് ചെയ്യുന്നത്. ഇത് എന്ത് ജീവിയാണ് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. അവസാനം US ഗവൺമെന്റ് ഈ ഒരു ജീവി ഏതാണ് എന്ന് കണ്ടെത്തുവാനും അതിനെ കൊന്നുകളയാനോ അല്ലെങ്കിൽ പിടികൂടുവാനും വേണ്ടിയിട്ട് ഒരു എക്സ്പെഡീഷൻ സംഘത്തെ നിയോഗിക്കുകയാണ്. ഈ ഒരു എക്സ്പെഡീഷൻ സംഘത്തില്, പര്യവേഷണ സംഘത്തില് അവസാനം കയറിയ ഒരാളാണ് മറൈൻ ബയോളജിസ്റ്റ് ആരോനോക്സ്. ഇതെല്ലാം കഥാപാത്രങ്ങളാണ് എന്ന് ഓർമ്മിക്കുക. ഈ ആരോനോക്സ് ആണ് ഈ കഥ നമ്മളോട് പറയുന്നതായിട്ട് ജൂൾ വേൺ അവതരിപ്പിക്കുന്നത്. അങ്ങനെ മറൈൻ ബയോളജിസ്റ്റ് ആയിട്ടുള്ള ആരോനോക്സ് ഉൾപ്പെടുന്ന ആ ഒരു പര്യവേഷണ സംഘം ഈ ഒരു ഭീകര ജീവിയെ കണ്ടെത്താനായിട്ട് ഇവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള കടലുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ അവസാനമാണ് ഈ ആരോനോക്സിന് ഒരു കാര്യം മനസ്സിലായത്. ഇവർ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഒരു കടൽ ജീവിയല്ല, ഒരു കൂറ്റൻ അന്തർവാഹിനിയാണ് ഇവർ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ചെയ്തത് വിചിത്ര ജീവിയല്ല, ഒരു അന്തർവാഹിനിയാണ്, അതിവേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു പ്രത്യേക അന്തർവാഹിനിയാണ് എന്ന് ആരോനോക്സ് തിരിച്ചറിഞ്ഞ സമയത്ത് ഇദ്ദേഹം ഈ ഒരു അന്തർവാഹിനിയിൽ തടവുകാരനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിയ കഥയാണ്. എന്താണേലും ഇദ്ദേഹം വെള്ളത്തിൽ പോയി അവിടെ നിന്ന് ഇദ്ദേഹത്തെ രക്ഷിച്ചെടുത്തത് ഈ അന്തർവാഹിനിയിലെ ആളുകളാണ്. അങ്ങനെ ഈ ജീവി എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വന്ന ആരോനോക്സും ഇദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടെ ഈ ഒരു ആ ജീവിയായിട്ടുള്ള അന്തർവാഹിനിക്കകത്ത് ഇദ്ദേഹം പെട്ടുപോവുകയാണ്. അതിനകത്ത് തടവുകാരനായിട്ട് ഈ ആരോനോക്സ് മാറുകയാണ്. അങ്ങനെ ആരോനോക്സ് ഈ ഒരു അന്തർവാഹിനിക്കുള്ളിൽ പിടിക്കുകയും അതിനുള്ളിൽ അല്ലെങ്കിൽ ആ അന്തർവാഹിനിയുടെ കൂട്ടത്തിൽ ഇദ്ദേഹം ലോകത്തിലെ പല സമുദ്രങ്ങൾ താണ്ടുകയും ചെയ്യുകയാണ്. ഇദ്ദേഹം കാണുന്ന വിചിത്രമായ കാഴ്ചകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്
അത് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് നീങ്ങുന്നത്. ആ വിചിത്രമായിട്ടുള്ള അതിവേഗതയിൽ പായുന്ന ആധുനിക ടെക്നോളജികളൊക്കെ ഉപയോഗിക്കുന്ന അന്തർവാഹിനിയുടെ കമാൻഡർ ക്യാപ്റ്റൻ നെമോ എന്ന് പറഞ്ഞ പേരുള്ള വിചിത്ര സ്വഭാവമുള്ള ഒരാളായിരുന്നു. ഇദ്ദേഹം ആ ഒരു നോവലിൽ ഈ നെമോ ആരാണെന്ന് കറക്റ്റായിട്ട് പറയുന്നില്ല. പക്ഷേ അടുത്ത നോവൽ, ഇതിന് ശേഷം ഇദ്ദേഹം ഇറക്കിയ രഹസ്യദ്വീപ് അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ഐലൻഡ് എന്ന് പറഞ്ഞ മറ്റൊരു നോവലിൽ ഇദ്ദേഹം ഈ ക്യാപ്റ്റൻ നെമോ ആരാണ് എന്നുള്ള സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. അതായത് നമ്മുടെ ടിപ്പു സുൽത്താന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു വംശത്തിൽ ജനിച്ച പക്ഷെ ഹിന്ദുവായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണ് ഈ ക്യാപ്റ്റൻ നെമോ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നെമോ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരല്ല. ആ പേര് ഒരിക്കലും അത് എന്ത് ഇന്ത്യൻ പേരാണ് ഇദ്ദേഹത്തിന് ഉള്ളത് എന്നുള്ള കാര്യമൊന്നും ജൂൾ വെൺ എഴുതിയിട്ടില്ല. അതിന് പകരം ക്യാപ്റ്റൻ നെമോ എന്ന് പറഞ്ഞ പേരാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നെമോ എന്ന് പറഞ്ഞ ആ ഒരു പേരിന്റെ ലാറ്റിൻ വേർഡിന്റെ അർത്ഥം പേരില്ല എന്ന് തന്നെയാണ്, നോ നെയിം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ആ ഒരു പേര് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ജൂൾ വെൺ എഴുതിയിരിക്കുന്നത്. ഈ നോട്ടിലസിന്റെ ഉടമയായിട്ടുള്ള കമാൻഡറായിട്ടുള്ള ക്യാപ്റ്റൻ നെമോയ്ക്ക് ഒരു ഇന്ത്യൻ പാരമ്പര്യം ഇദ്ദേഹം കൊടുത്തത് ജൂൾ വെണിന് ഇന്ത്യയോടും ഇന്ത്യക്കാരുടെ അധിക സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. സത്യത്തിൽ ഇതിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം, ഇദ്ദേഹം ആദ്യമേ ഇദ്ദേഹത്തിന്റെ പബ്ലിഷേഴ്സിനോട് പറഞ്ഞിരുന്നത് ഈ ക്യാപ്റ്റൻ നെമോയ്ക്ക് ഒരു റഷ്യൻ പാരമ്പര്യം ഉണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇദ്ദേഹം ഇത് കഥ എഴുതി തുടങ്ങിയത്. പക്ഷേ അങ്ങനെ എഴുതിയാൽ റഷ്യയിൽ ഇത് വിറ്റുപോകുമോ എന്നുള്ളൊരു സംശയം ഇവർക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യക്കാരനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഈ ഒരു പാരമ്പര്യം നമ്മുടെ തലയ്ക്ക് ഇദ്ദേഹം വെച്ച് തന്നത്. നോട്ടിലസ് മുക്കുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ കപ്പലുകളാണ്. അതായത് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ഒരാളാണ് ഇതിന്റെ കമാൻഡർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കമാൻഡർക്ക് ഒന്നുകിൽ റഷ്യക്കാരനാകാം അല്ലെങ്കിൽ ഇന്ത്യക്കാരനാകാം. ഇപ്പൊ ഇന്ത്യക്കാർക്ക് ഒരു ഇന്ത്യൻ പാരമ്പര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ബ്രിട്ടീഷുകാരോട് വെറുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ കഥ റഷ്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇദ്ദേഹം പറിച്ച് നടന്നത്. എന്നാണെങ്കിലും ക്യാപ്റ്റൻ നെമോയെ അതീവ ബുദ്ധിയുള്ള ഒരാളായിട്ടാണ്, ഒരു ഇന്ത്യൻ രാജകുമാരനായിട്ടാണ് ഇദ്ദേഹം ഇതിനകത്ത് കാണിക്കുന്നത്. ഈ നോട്ടിലസിന്റെ പല ഭാഗങ്ങൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ശേഷം വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരുമിച്ചാക്കിയിട്ട് സംയോജിപ്പിച്ചിട്ടാണ് ഈ ഒരു നോട്ടിലസ് എന്ന് പറഞ്ഞ ഈ അത്ഭുത അന്തർവാഹിനി ഉണ്ടാക്കിയെടുത്തത് എന്ന് ക്യാപ്റ്റൻ നെമോ, നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് തടവുകാരനായിട്ട് മാറിയിട്ടുള്ള നമ്മളോട് ഈ കഥ പറയുന്നതായിട്ട് ജൂൾ വെൺ ഈ നോവലിൽ പറയുന്ന ആരോനാക്സ് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ ജൂൾ വെൺ തന്റെ മനസ്സിൽ സൃഷ്ടിച്ച ഈ നോട്ടിലസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉപയോഗിക്കുന്ന പല അന്തർവാഹിനികളിലും ഉള്ള പല സൗകര്യങ്ങളും ഈ ഒരു നോട്ടിലസിൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം തന്റെ നോവലിൽ എഴുതിയിരിക്കുന്നത്. അതായത് കാലത്തിന് മുമ്പേ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു നോവൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ സയൻസ് ഫിക്ഷനുകളുടെ തമ്പുരാനായിട്ടുള്ള ഈ ജൂൾ വെൺ ഈ ഒരു അന്തർവാഹിനി, ഈ നോട്ടിലസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിശദമായിട്ട് സയന്റിഫിക്കായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഈ ക്യാപ്റ്റൻ നെമോയും ഈ നോട്ടിലസിലെ ആളുകളും ഒക്കെ കടലിന്റെ അടിയിൽ നിന്ന് ഈ കൽക്കരി ഖനനം ചെയ്ത് എടുക്കും. എന്നിട്ട് ഈ കൽക്കരി ഇന്ധനമാക്കി ഉപയോഗിച്ചിട്ട് ഉപ്പുരസമുള്ള കടൽ ജലത്തിൽ നിന്ന് സോഡിയം വേർതിരിച്ച് എടുക്കും. അങ്ങനെ വേർതിരിച്ച് എടുത്ത സോഡിയം മെർക്കുറി ബാറ്ററികളാണ് ഈ പറയുന്ന നോട്ടിലസിന്റെ, ക്യാപ്റ്റൻ നെമോയുടെ നോട്ടിലസിന്റെ ഇന്ധനം. ഏതൊരു ഇടിയെയും ആഘാതത്തെയും ചെറുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഡബിൾ ഹള്ള്, 2 പുറം ചട്ടകളാണ് ഈ നോട്ടിലസിന് ഉള്ളത്. അതുമാത്രമല്ല ഇതിന് ഒരു 43 നോട്ട്സ് വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഏതാണ്ട് 80 km/h ആ ഒരു വേഗതയിൽ ഈ ബാറ്ററി പവേർഡ് ആയിട്ടുള്ള സോഡിയം മെർക്കുറി ബാറ്ററി പവേർഡ് ആയിട്ടുള്ള നോട്ടിലസിന് സഞ്ചരിക്കാൻ സാധിക്കും. ഈ നോട്ടിലസിലെ ആളുകൾക്ക് കുടിക്കാനുള്ള ജലം കടൽ ജലം ശുദ്ധീകരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുക. അതിനുള്ള യന്ത്രങ്ങളെല്ലാം നോട്ടിലസിൽ തന്നെയുണ്ട്. അങ്ങനെ ഈ കടൽ ജലം ശുദ്ധീകരിച്ചെടുത്തിട്ട് ബാക്കി ഭക്ഷണ സാധനങ്ങളൊക്കെ സംഭരിച്ച ശേഷം ഇതിനകത്തേക്ക് ഫ്രഷ് എയർ പമ്പ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ 5 ദിവസങ്ങൾ വരെയും തുടർച്ചയായിട്ട് നോട്ടിലസിന് കടലിന്റെ അടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കാനായിട്ട് സാധിക്കും. ഇതിനിടയ്ക്ക് ചിലപ്പോഴൊക്കെ സർഫസിലേക്ക് ഈ തിമിംഗലം വരുന്നത് പോലെ ശ്വാസം എടുക്കാനായിട്ട് ഫ്രഷ് എയർ സംഭരിക്കാൻ വേണ്ടിയിട്ട് നോട്ടിലസിന് ഉയർന്നു വരേണ്ട ആവശ്യവുമുണ്ട്. ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള ഈ ക്യാപ്റ്റൻ നെമോയുടെ നോട്ടിലസ് ആകെ സഞ്ചരിച്ച ദൂരമാണ് ഈ കഥയുടെ ടൈറ്റില് 20,000 ലീഗ്സ് അണ്ടർ ദ സീസ്. അതായത് കടലിന്റെ അടിയിൽ 20,000 കാതങ്ങൾ, ഏതാണ്ട് 80,000 കിലോമീറ്ററുകൾ, നമ്മുടെ ഭൂമിയുടെ ചുറ്റളവിന്റെ ഇരട്ടി. ജൂൾ വെണിന്റെ ഈ ഒരു ഫിക്ഷൻ നോവലില് നമ്മുടെ ശ്രദ്ധ പതിക്കേണ്ട സ്ഥലം ഇതല്ല. നമ്മുടെ ഈ ക്യാപ്റ്റൻ നെമോ ഈ ഒരു നോട്ടിലസുമായിട്ട് ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുന്ന കാര്യം വളരെ രസകരമായിട്ട് ജൂൾ വെൺ വിവരിക്കുന്നുണ്ട്. ദക്ഷിണ ധ്രുവത്തിന്റെ അടിയിലൂടെ കറക്റ്റ് ദക്ഷിണ ധ്രുവം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്കാണ്, അത് ലക്ഷ്യമാക്കിയിട്ടാണ് ഈ നോട്ടിലസ് പോകുന്നത്. നമുക്ക് അറിയാം ദക്ഷിണ ധ്രുവം എന്ന് പറയുന്ന സൗത്ത് പോള്, അതിന്റെ അടിയിലൂടെ നമുക്ക് അന്തർവാഹിനിയിൽ പോകാൻ സാധിക്കില്ല. കാരണം അത് ഒരു വൻകരയാണ്. ആ വൻകരയുടെ അടിയിലൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല.
നമുക്ക് പോകാൻ സാധിക്കുന്നത് ഉത്തരധ്രുവത്തിന്റെ അടിയിലൂടെയാണ്. കാരണം അവിടെ വൻകരയില്ല, അതിന് പകരം ഐസ് പാളികൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഭാവനയ്ക്ക് അതിരുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ നോട്ടിലസുമായിട്ട് ക്യാപ്റ്റൻ നെമോ ദക്ഷിണ ധ്രുവത്തിന്റെ അടിയിലൂടെ കൂറ്റൻ മഞ്ഞുപാളികളുടെ ഇടയിലൂടെ പോകുന്നതായിട്ട് വളരെ ത്രില്ലിംഗ് ആയിട്ട് ഇദ്ദേഹം ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. തന്റെ അന്തർവാഹിനിയായിട്ടുള്ള താൻ ഡിസൈൻ ചെയ്ത ഈ ഡബിൾ ഹള്ളുള്ള നോട്ടിലസിന്റെ ശക്തിയിൽ, പുറം ചട്ടയുടെ ബലത്തിൽ ക്യാപ്റ്റൻ നെമോയ്ക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇതിനകത്ത് തടവുകാരനായിട്ടുള്ള നമ്മുടെ ആരോനാക്സ്, പ്രൊഫസർ ആരോനാക്സ് പറയുന്നത്. അതിന്റെ ബലത്തിലാണ് ഇദ്ദേഹം ഈ ദക്ഷിണ ധ്രുവത്തിന്റെ അടിയിലുള്ള നല്ല കട്ടിയുള്ള ഹിമാനികളുടെ ഇടയിലൂടെ അതിനെ തകർത്ത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു നോട്ടിലസ് സൗത്ത് പോള് ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ശ്വാസം അടക്കി പിടിച്ച് മാത്രമേ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം മുകളിൽ നല്ല കട്ടിയേറിയ ഐസാണ്, അതിന്റെ അടിയിലൂടെയാണ് ഈ നോട്ടിലസ് മുന്നോട്ടേക്ക് പോകുന്നത്. അവസാനം ഈ നോട്ടിലസിന്റെ മുകളിലേക്ക് കൂറ്റൻ ഒരു ഐസ്ബർഗ് ഇടിഞ്ഞങ്ങ് വീഴുകയും അതിനകത്ത് ഈ നോട്ടിലസ് കുടുങ്ങിപ്പോവുകയും ചെയ്യും. എന്നാൽ ഒട്ടനവധി പരിശ്രമങ്ങൾക്കും പരാജയങ്ങൾക്കും ശേഷം അവസാനം നോട്ടിലസ് ഈ ഒരു ഐസ്ബർഗിനെ ഭേദിച്ചുകൊണ്ട് അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം എത്തിക്കഴിയുമ്പോഴാണ് നമുക്കും ശ്വാസം എടുക്കാനായിട്ട് സാധിക്കുക. എന്താണെങ്കിലും ഇതുപോലുള്ള പല പ്രശ്നങ്ങളെ അതിജീവിച്ച് ക്യാപ്റ്റൻ നെമോ തന്റെ നോട്ടിലസുമായിട്ട് ദക്ഷിണ ധ്രുവത്തിൽ എത്തുകയും അവിടെ ഒരു കൊടി സ്ഥാപിച്ചിട്ട് ആ സ്ഥലം തൻ്റെതാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവർ തിരികെ പോരുന്ന ഒരു ഭാഗമാണ്. പിന്നീട് ഈ നോട്ടിലസ് ഒരു വൻ ചുഴിയിൽ അകപ്പെടുകയാണ്. ആ ചുഴിയിൽ അകപ്പെടുന്ന ആ നോട്ടിലസിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും ആ ഒരു സമയത്തെ കൺഫ്യൂഷൻ ഇടയ്ക്ക് നമ്മുടെ ഇതിനകത്ത് തടവാനായിട്ട് പെട്ടുപോയിട്ടുള്ള നമ്മുടെ പ്രൊഫസർ ആരോനാക്സ്, അദ്ദേഹത്തിന്റെ സുഹൃത്ത്, അവരെല്ലാം ഇതിനകത്തുനിന്ന് ഒരു വഞ്ചിയിൽ രക്ഷപ്പെടുകയും മറ്റൊരു കപ്പലിൽ എത്തിച്ചേരുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ ഈ ഒരു 20,000 ലീഗ്സ് അണ്ടർ ദ സീസ് എന്ന് പറഞ്ഞ ഈ ഗ്രേറ്റ് ഫിക്ഷൻ നോവല് അവസാനിക്കുന്നത്. ഈ ഒരു നോവലില് ക്യാപ്റ്റൻ നെമോയ്ക്കും നോട്ടിലസിനും എന്ത് സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എവിടെ പോയി എന്ന് മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ ദുരൂഹത നിറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ ഒരു നോവൽ അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇതിന് ശേഷം ഇദ്ദേഹം എഴുതിയ രഹസ്യദ്വീപ് അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ഐലൻഡ് എന്ന് പറഞ്ഞ ആ ഒരു നോവലിൽ ഈ ഒരു ക്യാപ്റ്റൻ നെമോയും നോട്ടിലസും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ജോലിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റനും ഈ പറഞ്ഞ നോട്ടിലസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദ്വീപിന്റെ അടിയിൽ വിശ്രമിക്കുന്ന ഒരു ഭാഗത്താണ് ആ ഒരു കഥയിൽ വരുന്നത്. എന്നാണെങ്കിലും മുമ്പ് പറഞ്ഞതുപോലെ ഈ ഫിക്ഷൻ നോവലുകളോട് അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ നോവലിനോട് നിങ്ങൾക്ക് ഒരു അഭിനിവേശം ഉണ്ടെങ്കിൽ ഇത് രണ്ടും തീർച്ചയായിട്ടും വായിക്കേണ്ട രണ്ട് നോവലുകളാണ്. ഇപ്പോൾ ഈ ഒരു വിവരണം കേട്ടിട്ട് ആ ഒരു പുസ്തകം വായിക്കണമെന്ന് വായിച്ചിട്ടില്ലാത്ത കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവണം. കാരണം ഇത് ഇങ്ങനെയുള്ള കഥകൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും പിടിച്ചിരുത്തും. ഇത് ജൂൾ വെൺ ഈ ഒരു കൃതികൾ അന്ന് ഇറക്കിയ സമയത്തും ഒട്ടനവധി ആളുകളുടെ മനസ്സിൽ ക്യാപ്റ്റൻ നെമോയും ഈ നോട്ടിലസും കൂടിയിരുന്നതാണ്. ഇത് ആവേശം കൊള്ളിച്ചതാണ്, ഒത്തിരി ആളുകളെ ആവേശം കൊള്ളിച്ചതാണ്. പക്ഷേ ഇത് ശരിക്കും കൊണ്ടത്, അല്ലെങ്കിൽ മനസ്സിൽ ശരിക്കും ഈ ഒരു നോവലിലെ ഈ ഒരു ഭാഗം, ദക്ഷിണ ധ്രുവത്തിലേക്ക് ക്യാപ്റ്റൻ നെമോ പോകുന്ന ഒരു ഭാഗം കറക്റ്റായിട്ട് കൊണ്ടത് ഈ നോവൽ ഇറങ്ങിയിട്ട് 18 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ഒരാളിലാണ്. ജോർജ് ഹുബേർട്ട് വിൽക്കിൻസ് എന്ന് പറഞ്ഞ ഒരു ആസ്ട്രേലിയക്കാരന്റെ മനസ്സിലാണ് ക്യാപ്റ്റൻ നെമോയും നോട്ടിലസും പെർമനന്റ് ആയിട്ട് കുടിയേറിയത്. ഞാൻ മുമ്പ് പറഞ്ഞു, നിങ്ങൾക്ക് ഫിക്ഷൻ നോവൽ ഇഷ്ടമാണെങ്കിൽ ജൂൾ വെണിന്റെ കൃതികൾ വായിച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സാഹസികത ഇഷ്ടപ്പെടുന്ന, സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് ഇപ്പോൾ പറഞ്ഞ ഓസ്ട്രേലിയക്കാരൻ ജോർജ് ഹുബർട്ട് വിൽക്കിൻസ്. ധ്രുവങ്ങളുടെ അടിയിലൂടെ സബ്മറൈൻസിനെ കൊണ്ടുപോകുക എന്നുള്ള ഒരു ആശയം തന്റെ ഫിക്ഷൻ നോവലിലാണ് ജൂൾ വെൺ പറഞ്ഞതെങ്കിൽ ഇത് ശരിക്കും പ്രയോഗത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ശ്രമിച്ച ആളാണ് ഈ പറയുന്ന ഹുബർട്ട് വിൽക്കിൻസ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇദ്ദേഹത്തിന് ഇത്രയധികം പ്രാധാന്യം വരാൻ പോകുന്നത്. 18 വർഷങ്ങൾക്ക് ശേഷം ഈ നോവൽ ഇറങ്ങിയിട്ട് 18 വർഷങ്ങൾക്ക് ശേഷം ഇത് വായിച്ച് കോൾമേർ കൊണ്ട ഈ പറയുന്ന ഹുബർട്ട് വിൽക്കിൻസ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരിക്കൽ ഉത്തരധ്രുവത്തിന്റെ അടിയിലൂടെ, അദ്ദേഹത്തിന് അറിയാം ദക്ഷിണ ധ്രുവത്തിന്റെ അടിയിലൂടെ ഈ നോവലിൽ പറയുന്ന പോലെ പോകാൻ പറ്റില്ല, പക്ഷേ ഉത്തരധ്രുവത്തിന്റെ അടിയിലൂടെ പോകാനായിട്ട് സാധിക്കും. ചെറുപ്പം മുതലേ ഈ ഹുബർട്ട് വിൽക്കിൻസിന്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഓസ്ട്രേലിയയിൽ 13 മക്കളുള്ള ഒരു വലിയ ഫാമിലിയിലെ ഏറ്റവും ഇളയ ആളായിട്ടാണ് നമ്മുടെ ഈ ഹുബർട്ട് വിൽക്കിൻസ് ജനിക്കുന്നത്. പിന്നീട് ഇദ്ദേഹം മികച്ച ഒരു ഫോട്ടോഗ്രാഫറായിട്ട് മാറി. അതിനുശേഷം 1913 വിൽഷാമർ സ്റ്റെഫാൻസൺ എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള ആർട്ടിക് പരിവേഷന്റെ കൂട്ടത്തിൽ ആർട്ടിക് എക്സ്പെഡീഷനിൽ ഇദ്ദേഹം പങ്കുചേർന്നു. ആ എക്സ്പെഡീഷനിൽ ഫോട്ടോഗ്രാഫർ എന്ന നിലയിലാണ് ഇദ്ദേഹം പങ്കുചേർന്നത്. വിൽഷാമർ സ്റ്റെഫാൻസൺ, ഈ പേര് ഒരു പക്ഷെ നിങ്ങൾ ആ രീതിയിൽ കേട്ടിട്ടുണ്ടാവില്ല, വില്യം സ്റ്റീഫൻസൺ എന്ന് കേട്ടിട്ടുണ്ടാവണം. ഇദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു ആർട്ടിക് പരിവേഷകനാണ്. ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഹുബർട്ട് വിൽക്കിൻസ്, ഈ പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള ആർട്ടിക് പരിവേഷകൻ വിൽഷാമോർ സ്റ്റീഫൻസൺ, വില്യം സ്റ്റീഫൻസൺ, ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ആർട്ടിക്കിലേക്ക് പോയ ആ കഥ, ആ ചരിത്രം നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കർലൂഖ് എന്ന് പറഞ്ഞ ഒരു കപ്പലിന്റെ കഥയായിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്.
അത് കേട്ടിട്ടില്ലാത്തവർക്ക് അത് വീണ്ടും പോയി കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമന്റിലോ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം. ഇവരുടെ കർലൂക്ക് എന്ന് പറഞ്ഞ കപ്പൽ മഞ്ഞ് കട്ടകൾക്കിടയിൽ പെട്ടുപോവുകയും ഇവർ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് തിരികെ വരികയും ചെയ്യുന്നതാണ് ആ ഒരു സംഭവം. എന്താണേലും ആ ഒരു യാത്ര പരാജയപ്പെട്ടു പോയെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും, ഈ വിൽഷാമോർ സ്റ്റീഫൻസണും നമ്മൾ ഈ പറഞ്ഞ ഹുബർട്ട് വിൽക്കിൻസിനും, ഈ ഒരു യാത്ര വലിയ അനുഭവമായി മാറി. ആർട്ടിക്കിനെ കുറിച്ചിട്ട് ഇവർക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇതിനുശേഷം 1-ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ് ഈ ഹുബർട്ട് വിൽക്കിൻസിനെ നമ്മൾ വീണ്ടും കാണുന്നത്. ആ ഒരു സമയത്ത് പരിക്ക് പറ്റിയ ഒരു കൂട്ടം സൈനികരെ ഇദ്ദേഹം രക്ഷിക്കുകയും അത് ആ ഒരു കാരണം കൊണ്ട് ഇദ്ദേഹം പിന്നീട് ലോക പ്രശസ്തനായിട്ട് മാറുകയും ചെയ്തു. ഈ ഹുബർട്ട് വിൽക്കിൻസ് യുദ്ധം കഴിഞ്ഞതോടെ ഇദ്ദേഹം മറ്റൊരു സാഹസിക യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചു. ഇപ്രാവശ്യം ഇദ്ദേഹം ഇറങ്ങി തിരിച്ചത് മറ്റൊരു പ്രശസ്ത ധ്രുവ പരിവേഷകന്റെ കൂട്ടത്തിലാണ്, ഷാക്കിൾട്ടൺ. മുമ്പ് വില്യം സ്റ്റീഫൻസന്റെ കൂട്ടത്തിൽ ആർട്ടിക്കിലേക്ക് പോയ നമ്മുടെ ഈ വിൽക്കിൻസൺ ഇപ്രാവശ്യം ഷാക്കിൾട്ടന്റെ കൂടെ പോകുന്നത് ദക്ഷിണ ധ്രുവത്തിലേക്കാണ്, അന്റാർട്ടിക്കയിലേക്കാണ്. ആദ്യ ആർട്ടിക് യാത്രയിൽ ഇദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറായിട്ടാണ് പോയത്. പക്ഷേ ഈ ഒരു രണ്ടാമത്തെ ദക്ഷിണ ധ്രുവ യാത്രയിൽ ഷാക്കിൾട്ടന്റെ കൂട്ടത്തിൽ പക്ഷി നിരീക്ഷകൻ, ഓർണിത്തോളജിസ്റ്റ് ആയിട്ടാണ് ഇദ്ദേഹം പങ്കുചേർന്നിരിക്കുന്നത്. ഈ ഒരു പൊസിഷൻ എല്ലാം ഇദ്ദേഹത്തിന് ചേരും. എല്ലാ പണിയും അറിയാവുന്ന സകല കലാവല്ലഭനാണ് നമ്മുടെ ഈ ഹുബർട്ട് വിൽക്കിൻസ്. ഈ ഒരു യാത്രയ്ക്ക് ശേഷം തിരിച്ചു വന്നിട്ട് ഹുബർട്ട് വിൽക്കിൻസ് തന്റെ രാജ്യമായിട്ടുള്ള ഓസ്ട്രേലിയ അവിടുത്തെ സർക്കാരുമായിട്ട് ചെറുതായിട്ടൊന്ന് ഉടക്കി. കാരണം വിൽക്കിൻസിന് ഓസ്ട്രേലിയയിലെ ആദിമ ജനവിഭാഗങ്ങൾ അവരുമൊക്കെ ആയിട്ട് നല്ല കണക്ഷനും കമ്പനിയൊക്കെയാണ്. അവരെ പോഴ്ത്തുന്ന രീതിയിലും അവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹം ജീവിക്കുകയും നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്തത് അന്നത്തെ ഓസ്ട്രേലിയൻ സർക്കാരിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ സർക്കാരുമായിട്ട് പിന്നീട് ഇദ്ദേഹം നിരന്തര കലഹത്തിലായിരുന്നു. എന്നാൽ ഈ വഴക്കുകളും കാര്യങ്ങളും ഒന്നും ഇദ്ദേഹത്തിന്റെ സാഹസിക യാത്രകളെ മുടക്കിയിട്ടില്ല. അതൊന്നും മുടക്കാനായിട്ടോ തടസ്സപ്പെടുത്താനായിട്ടോ ഈ വഴക്കുകൾക്കൊന്നും സാധിച്ചതുമില്ല. അങ്ങനെ അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി ആർട്ടിക് സർക്കിളിൽ എത്തിച്ചേർന്നു. 1927 ഒരു കപ്പലിലോ നടന്നൊന്നുമല്ല ഇദ്ദേഹം ആർട്ടിക് സർക്കിളിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോയത്, ഒരു ചെറു വിമാനത്തിലാണ്. അങ്ങനെ ഒരു ചെറിയ വിമാനത്തിൽ ഇദ്ദേഹം മറ്റൊരാളുടെ കൂട്ടത്തിൽ ആർട്ടിക് സർക്കിളിൽ എത്തിച്ചേരുകയും അവിടെയുള്ള അലാസ്കയ്ക്ക് അപ്പുറമുള്ള ഒരു സ്ഥലത്ത് ഒരു ഡ്രിഫ്റ്റ് ഐസിന്റെ മുകളിൽ ഇദ്ദേഹം ഈ ഒരു വിമാനം ലാൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആർട്ടിക് സർക്കിളിനുള്ളിൽ ഇതുപോലൊരു വിമാനം കൊണ്ടുപോയിട്ട് ഈ ഒഴുകി നടക്കുന്ന ഡ്രിഫ്റ്റ് ഐസിന്റെ മുകളിൽ ലാൻഡ് ചെയ്യിക്കുക എന്ന് പറഞ്ഞ പണി ലോകത്ത് ആദ്യമായിട്ട് ചെയ്തത് ഇദ്ദേഹമാണ്, നമ്മുടെ ഹുബർട്ട് വിൽക്കിൻസ് ആണ്. ഇത് മാത്രമല്ല, ഈ ഒഴുകി നടക്കുന്ന ഈ ഐസിന്റെ മുകളിൽ ഇദ്ദേഹം വിമാനം ലാൻഡ് ചെയ്യിക്കുക മാത്രമല്ല, അവിടെ നിന്നുകൊണ്ട് ഇദ്ദേഹം എക്കോ സൗണ്ടർ ഉപയോഗിച്ചിട്ട് ആർട്ടിക് സമുദ്രത്തിന്റെ ആഴം ഏതാണ്ട് അളന്നു. 5000 മീറ്റർ എന്ന് പറഞ്ഞൊരു കണക്കാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. അതായത് ആവറേജ് ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തെക്കാളും ആഴമുള്ള ഒരു സമുദ്രമാണ് ആർട്ടിക് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇതിനുശേഷം അടുത്ത വർഷം 1928 ഇദ്ദേഹം വീണ്ടും ആർട്ടിക് സർക്കിളിൽ മറ്റൊരു വിമാനത്തിൽ എത്തുകയും ആർട്ടിക് സർക്കിൾ മറികടന്ന് അത് ക്രോസ് ചെയ്ത് പറന്നു പോവുകയും ചെയ്തു. അത്തരത്തിൽ ആദ്യം ചെയ്ത ആളും നമ്മുടെ ഈ ഹുബർട്ട് വിൽക്കിൻസ് ആണ്. അതുമാത്രമല്ല, അതേ വർഷം 1928 ഇദ്ദേഹം അന്റാർട്ടിക്കയിൽ ദക്ഷിണ ധ്രുവത്തിന്റെ മുകളിലൂടെ ഈ പറയുന്ന വിമാനം ഓടിക്കുകയും അത് ഇദ്ദേഹം മറികടക്കുകയും ചെയ്തു. അങ്ങനെ ഈ പറഞ്ഞ റെക്കോർഡുകളെല്ലാം സ്വന്തം പേരിലേക്ക് ആക്കി മാറ്റിയ ഒരു വലിയൊരു പ്രതിഭയാണ് നമ്മുടെ ഈ ഹുബർട്ട് വിൽക്കിൻസ്. ഇദ്ദേഹത്തെ, ഈ ഹുബർട്ട് വിൽക്കിൻസിനെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാന കാരണം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പുകളിലൊക്കെ നായകന്മാർ ഏതെങ്കിലും ഒരു ട്രിപ്പിന്റെ പേരിലായിരിക്കും പ്രശസ്തനായിട്ടുണ്ടാവുക. പക്ഷെ നോക്കിയേ, നമ്മൾ ഇദ്ദേഹത്തിന്റെ ഒരു കഥ നോക്കിയേ, ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി ഇദ്ദേഹം എത്രയോ ട്രിപ്പുകൾ നടത്തി. അന്റാർട്ടിക്ക് പോയി, ആർട്ടിക്ക് പോയി, അവിടെ നടന്നുപോയി, അല്ലാതെ കപ്പലിൽ പോയി, അത് മാത്രമല്ല വിമാനത്തിൽ പോയി, ഇങ്ങനെ എല്ലാം കൂടെ നടത്തിയിട്ടുള്ള ഒറ്റ ആളേ ഉള്ളൂ. ഈ ഹുബർട്ട് വിൽക്കിൻസ് മാത്രമാണ് അങ്ങനെയുള്ള ഒരേ ഒരു മനുഷ്യൻ. പക്ഷെ ഈ യാത്രയെല്ലാം നടത്തുന്ന സമയത്ത് ഹുബർട്ട് വിൽക്കിൻസിന്റെ മനസ്സിൽ ഒരു നോവലും ആ നോവലിലെ ഒരു സാങ്കല്പിക കഥാപാത്രവും ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞ ജൂൾ വേണിന്റെ നോവലും അതിലെ നായകനായിട്ടുള്ള ക്യാപ്റ്റൻ നെമോയും നെമോയുടെ ന്യൂട്ടലിസും. നെമോ ന്യൂട്ടലിസിനെ ദക്ഷിണ ധ്രുവത്തിന്റെ അടിയിലൂടെ കൊണ്ടുപോയ കഥയാണ് നമ്മുടെ ഈ ഹുബർട്ട് വിൽക്കിൻസിന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. അങ്ങനെയുള്ള ഹുബർട്ട് വിൽക്കിൻസ് തൻ്റെ ഈ യാത്ര നടത്തുന്ന സമയത്തെല്ലാം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താൻ നടന്നുപോയി, ആകാശത്തൂടെ പോയി, ഇതൊന്നും പോരാ, ഇതിന്റെ അടിയിലൂടെ, ഉത്തരധ്രുവത്തിന്റെ അടിയിലൂടെ കൂടെ ഒന്ന് പോകണം, ആ ലോകം കൂടി തനിക്കൊന്ന് കാണണം. പിന്നീട് ഹുബർട്ട് വിൽക്കിൻസിന്റെ എല്ലാ പരിശ്രമങ്ങളും ഈ ഒരു ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമായിരുന്നു. ഉത്തരധ്രുവത്തിന്റെ അടിയിലൂടെ ഒരു സബ്മറൈൻ എടുത്തുകൊണ്ട് പോകണം, ആ വിചിത്രമായ ലോകം തനിക്കൊന്ന് കാണണം. ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നടന്നു പോയാലും, ഈ പറയുന്ന 1-2 പേര് കയറുന്ന ചെറിയ വിമാനത്തിൽ പോയാലും ഒക്കെ, അങ്ങനെയുള്ള ചെറിയ വിമാനമല്ലേ അവിടെ ലാൻഡ് ചെയ്യിക്കാൻ പറ്റുകയുള്ളൂ. കൂടുതൽ സാധനങ്ങളൊന്നും ഉത്തരധ്രുവത്തിൽ കൊണ്ട് ഇറക്കാനായിട്ട് പറ്റുകയില്ല. കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റില്ല. നടന്നു പോയാലും വിമാനത്തിൽ പോയാലും 2-3 പേർക്ക് ചുമക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് അവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റുക. പക്ഷേ ഇതിന്റെ അടിയിൽ ഒരു കൂറ്റൻ അന്തർവാഹിനി എത്തിച്ചാലോ, ഒരു ലബോറട്ടറി തന്നെയും ഇവർക്ക് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ പഠനങ്ങൾ നടത്താനായിട്ട് പറ്റുകയും ചെയ്യും. ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്താണ് അടുത്ത പണി? ഒരു അന്തർവാഹിനി വേണം. ഈ അന്തർവാഹിനി ഒന്നുകിൽ വില കൊടുത്ത് വാങ്ങിക്കണം, അല്ലെങ്കിൽ
റെന്റിന് എടുക്കണം. ഒറ്റയ്ക്ക് പറ്റുമോ? ഇല്ല. ഇനി അന്തർവാഹിനി വിലയ്ക്ക് മേടിക്കാനോ അല്ലെങ്കിൽ വിലയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാൻ സാധ്യതയുള്ള അന്ന് ലോകത്തിലെ ഒരേ ഒരു രാജ്യം റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയേ ഉള്ളൂ. റഷ്യയുടെ കയ്യിൽ നിന്ന് ഇതൊന്നും കിട്ടാൻ സാധ്യതയില്ല. പിന്നെയുള്ള ഏക രാജ്യം അമേരിക്ക മാത്രമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹുബർട്ട് വിൽക്കിൻസ്, ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഹുബർട്ട് വിൽക്കിൻസ് എന്ത് ചെയ്തു? ഇദ്ദേഹം ഇങ്ങനെ ഒരു യാത്ര നടത്താൻ പോവുകയാണ് എന്നുള്ള കാര്യം അങ്ങ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചതിന്റെ കാരണം, അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ, ഇതിൽ താല്പര്യമുള്ള ആളുകൾ, ജേർണലിസ്റ്റുകൾ, പത്രക്കാർ, അങ്ങനെ പല ബിസിനസ്സുകാരൊക്കെ ഉണ്ടാവും. അവരെ ഇദ്ദേഹത്തെ സ്പോൺസർ ചെയ്യും. അങ്ങനെ ആ കാശ് കൊണ്ട് ഒന്നുകിൽ അന്തർവാഹിനി വാങ്ങാം, അല്ലെങ്കിൽ റെന്റിനെടുക്കാം. ഇതാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇദ്ദേഹത്തിന് ഇത് കറക്റ്റായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു. ഒരുപാട് ആളുകൾ, ബിസിനസ്സുകാർ, ഈ പത്രപ്രവർത്തകർ, പത്രത്തിന്റെ ഉടമകൾ, ഇവരെല്ലാം ഇദ്ദേഹത്തെ സ്പോൺസർ ചെയ്യാനായിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ ഹുബർട്ട് വിൽക്കിൻസിന് കുറച്ച് ക്യാഷായി. ഒരു അന്തർവാഹിനി നോക്കിയിരിക്കുന്ന സമയത്താണ് അമേരിക്കൻ സർക്കാർ ഒരു അന്തർവാഹിനി, അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു അന്തർവാഹിനി ഡീകമ്മീഷൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വിവരം ഇദ്ദേഹത്തിന് കിട്ടിയത്. USS O-12 എന്നായിരുന്നു ആ അന്തർവാഹിനിയുടെ പേര്. അതൊരു ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയായിരുന്നു. പക്ഷേ ഈ ഒരു അന്തർവാഹിനി വില കൊടുത്ത് വാങ്ങിക്കാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചെങ്കിൽ അത് നടന്നില്ല. കാരണം ഇദ്ദേഹം ഓസ്ട്രേലിയൻ പൗരനാണ്, അമേരിക്കൻ പൗരനല്ല. അവസാനം ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു ബിസിനസ് ഗ്രൂപ്പിന് ഈ ഒരു അന്തർവാഹിനി 5 വർഷത്തേക്ക് റെന്റിന് കൊടുക്കാം എന്ന് അമേരിക്കൻ സർക്കാർ തീരുമാനമെടുത്തു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇദ്ദേഹം കൂടുതൽ അടുക്കുകയാണ്. ഒരു അന്തർവാഹിനി 5 വർഷത്തേക്ക് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഡീസൽ ഇലക്ട്രിക്കൽ പവേർഡ് ആയിട്ടുള്ള USS O-12 എന്ന് പറഞ്ഞ ഒരു അന്തർവാഹിനി കയ്യിൽ കിട്ടിയപ്പോഴേ ഇദ്ദേഹം ഈ അന്തർവാഹിനിയെ മാമോദിസമൂക്കി അതിന് മറ്റൊരു പേരിട്ടു, നോട്ടിലസ്. ഉറപ്പായിട്ടും അതേ ഇടുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു പേര് അത് മാത്രമാണ്. ക്യാപ്റ്റൻ നെമോയും അദ്ദേഹത്തിന്റെ ഫിക്ഷണൽ ആയിട്ടുള്ള ആ ഒരു അന്തർവാഹിനി നോട്ടിലസും മാത്രമാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ട് അതേ പേര് തന്നെ അദ്ദേഹം ഈ ഒരു അന്തർവാഹിനിക്ക് USS O-12 കൊടുക്കുകയും അതിന് നോട്ടിലസ് എന്ന് പറഞ്ഞ പേര് കൊടുക്കുകയും ചെയ്തു. എന്താണെങ്കിലും ആ പേര് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഇദ്ദേഹം ഒരാളെ പ്രത്യേകം ക്ഷണിച്ചു. ജൂൾ വേൺ അന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ചെറുമകൻ ഉണ്ടായിരുന്നു. ആ ചെറുമകൻ USS O-12 നോട്ടിലസ് എന്ന് പറഞ്ഞ പേരിടുമ്പോൾ അവിടെ സന്നിഹിതനായിരുന്നു. ക്യാപ്റ്റൻ നെമോയുടെ ഫിക്ഷണൽ നോട്ടിലസ് ദക്ഷിണ ധ്രുവത്തിന്റെ അടിയിലൂടെയാണ് പോയതെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള നോട്ടിലസ് ഇനി പോകാൻ പോകുന്നത് ഉത്തരധ്രുവത്തിന്റെ അടിയിലൂടെയാണ്. പക്ഷേ ഒരു അന്തർവാഹിനി കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് നേരെ ഉത്തരധ്രുവത്തിലേക്ക് പോകാനൊന്നും പറ്റില്ല. ഉത്തരധ്രുവത്തിലെ കനത്ത ഹിമാനികൾക്കിടയിലൂടെ പോകാനുള്ള രീതിയിലല്ല USS O-12 ഈ നോട്ടിലസ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ മഞ്ഞുപാളികൾക്കിടയിലൂടെ ഈ ഒരു അന്തർവാഹിനി ഇദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇദ്ദേഹത്തിന്, ഈ നമ്മുടെ വിൽക്കിൻസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താനായിട്ടാണ് ഇനി ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഈ USS O-12 എന്ന നോട്ടിലസിൽ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, തന്റെ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രചാരണം കിട്ടാനും പൈസ കളക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇദ്ദേഹം കാര്യമായ പ്രചാരണം ഈ ഒരു യാത്രയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ, സെമിനാറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹം നിരന്തരം ചെയ്യുന്നുണ്ട്. കൂടുതൽ ജനശ്രദ്ധ ഇങ്ങോട്ടേക്ക് ആകർഷിക്കണം, കൂടുതൽ ഫണ്ട് കിട്ടണം, എങ്കിലേ കൂടുതൽ മോഡിഫിക്കേഷൻസ് ഇതിലേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓർക്കുക, സാധാരണ ഇത്തരം സാഹസിക യാത്രകൾ അത് നടന്ന ശേഷമാണ് ഇതിനെക്കുറിച്ചിട്ട് അതിൽ പങ്കെടുത്ത ആളുകളൊക്കെ പുസ്തകം എഴുതുന്നത്. പക്ഷേ നമ്മുടെ ഈ ഹുബർട്ട് വിൽക്കിൻസ് എന്ത് ചെയ്തു? ഈ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഈ ഒരു യാത്രയിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ്, ഈ യാത്ര എന്തിനാണ് ചെയ്യാൻ പോകുന്നത്, ഈ നോട്ടിലസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് തങ്ങൾ വരുത്താൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം എഴുതി വെച്ചിട്ട് അതൊരു പുസ്തകമാക്കിയിട്ട് ഈ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കാരണം ഇതിന്റെ പ്രചാരണം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ക്യാഷ് കിട്ടും, പുസ്തകത്തിന്റെ വരുമാനമൊക്കെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇദ്ദേഹം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ട് പബ്ലിഷ് ചെയ്തത്. 1931 അണ്ടർ ദി നോർത്ത് പോൾ എന്ന് പറഞ്ഞ പേരിലാണ് ആ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പുസ്തകത്തിന്റെ ആദ്യത്തെ ചാപ്റ്റർ ദി ഹിസ്റ്ററി ഓഫ് ദി ഐഡിയ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ എഴുതിയത് മറ്റാരുമല്ല, നമ്മൾ മുമ്പ് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ യാത്രയിൽ ഇദ്ദേഹം ആരുടെ കൂടെയാണോ ആർട്ടിക്കിലേക്ക് പോയത്, ആ സാഹസിക പരിവേഷകൻ വില്യം സ്റ്റീഫൻസൺ, അദ്ദേഹം തന്നെയാണ് ഈ ഒരു പുസ്തകത്തിന്റെ ആദ്യത്തെ ചാപ്റ്റർ. ഇതിന്റെ ഒരു എന്തിനാണ് വിൽക്കിൻസ് ഈ ഒരു പരിപാടിക്ക് പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടാണ് ഇദ്ദേഹം അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, നോട്ടിലസ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന റൂട്ട് മാപ്പ് വരെയും കറക്റ്റായിട്ട് ഈ വിൽഷാമൂർ സ്റ്റെഫാൻസൺ ഈ ഒരു ആദ്യത്തെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ സ്ഥലത്തോട് കൂടിയാണ് ഇത് പോകുന്നത്, എവിടെയൊക്കെയാണ് ഇത് സർവീസ് ചെയ്ത് പോകുന്നത്, എവിടെയൊക്കെയാണ് മുങ്ങേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തീരുമാനമെടുത്ത ശേഷമാണ് ഇവർ ഈ പുസ്തകം തയ്യാറാക്കിയതും പ്രസിദ്ധീകരിച്ചത്. പുസ്തകത്തിന്റെ ആദ്യത്തെ ചാപ്റ്റർ നമ്മുടെ ഈ വില്യം സ്റ്റീഫൻസൺ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത്
ഇതുവരെയും ആർട്ടിക്കിന്റെ മുകളിലൂടെ നമ്മൾ പലതവണ പല രീതിയിൽ പോയിട്ടുണ്ട്. പക്ഷേ ആർട്ടിക് നമ്മൾ മറികടന്നത് പ്രധാനമായിട്ടും 2 രീതിയിലാണ്. ഒന്ന് ഒരു എയർ ഷിപ്പിലാണ്, ആകാശ നൗക. രണ്ടാമത്തത് ഒരു ചെറിയ വിമാനത്തിലാണ്. ഇതിൽ ആ എയർ ഷിപ്പിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുണ്ടായിരുന്ന ലിങ്കൺ എൽസ്വർത്തും ആ ചെറു വിമാനത്തിന്റെ ഫസ്റ്റ് കമാൻഡർ ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഹുബർട്ട് വിൽക്കിൻസും ഇവർ രണ്ടുപേരും കൂടിയിട്ട് മറ്റൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഇപ്രാവശ്യം വിമാനത്തിലല്ല, ഇതിന്റെ അടിയിലൂടെ അന്തർവാഹിനിയിലാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ വില്യം സ്റ്റീഫൻസൺ ഈ ഒരു പുസ്തകത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത്. ആർട്ടിക്കിലേക്ക്, ഉത്തരധ്രുവത്തിലേക്ക് ഒന്നുകിൽ നടന്നു പോകാം, അല്ലെങ്കിൽ ഇതുപോലെ റിസ്ക് എടുത്ത് വിമാനത്തിൽ പോകാം. അങ്ങനെ സാധ്യത ഇരിക്കെ എന്തുകൊണ്ടാണ് അടിയിലൂടെ അന്തർവാഹിനി തന്നെ തിരഞ്ഞെടുത്തത് എന്നും ഇദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത്, ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ പഠിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിലൂടെ ഒരു വിമാനത്തിൽ യാത്ര ചെയ്താൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല, അതിനുള്ളിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ, ആർട്ടിക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. അതിന് അന്തർവാഹിനി തന്നെയാണ് വേണ്ടത്. 1926-ലും 28-ലും ഒക്കെ ആർട്ടിക്കിന് മുകളിലൂടെ, ഉത്തരധ്രുവത്തിന്റെ മുകളിലൂടെ എയർ ഷിപ്പിലും ഈ പറഞ്ഞ ചെറിയ വിമാനത്തിലും ഒക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മുടെ ഈ ഹുബർട്ട് വിൽക്കിൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ പോയിട്ടുണ്ട്. പക്ഷെ അവരാരും ആർട്ടിക്കിൽ കറക്റ്റ് ഉത്തരധ്രുവത്തിൽ പോയി ഇറങ്ങിയില്ല. അതിന് സാധിക്കില്ല. ഈ ഹുബർട്ട് വിൽക്കിൻസ് തന്നെയാണെങ്കിൽ വടക്കൻ അലാസ്കയിൽ ഒരു ഡ്രിഫ്റ്റ് ഐസിന്റെ മുകളിലാണ് ഈ വിമാനം കൊണ്ട് ലാൻഡ് ചെയ്യുകയും ഇതിന്റെ ആഴം അളക്കുകയും ഒക്കെ ചെയ്തത്. കറക്റ്റ് ഉത്തരധ്രുവത്തിൽ ആരും ലാൻഡ് ചെയ്തിട്ടില്ല. അതായത് കറക്റ്റായിട്ട് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു മെഷീനറി ഉൾപ്പെടെ ലബോറട്ടറി ഉൾപ്പെടെ അവിടെ ചെല്ലണം എന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ഈ അന്തർവാഹിനി തന്നെ വേണം. ഇത് കൂടാതെ ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള നമ്മുടെ ഹുബർട്ട് വിൽക്കിൻസ് അമേരിക്കൻ അന്തർവാഹിനിയിൽ നോർത്ത് പോളിലേക്ക് പോകുന്നതിനെ മഗലന്റെ കഥയായിട്ടും കൊളംബസിന്റെ കഥയൊക്കെ ആയിട്ടും ഇദ്ദേഹം താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അവർ രണ്ടുപേരും സ്വന്തം രാജ്യത്തിന്റെ ലേബലുകളിലല്ല ലോകയാത്രകൾ നടത്തിയത്. അതുപോലെ തന്നെയാണ് ഈ ഹുബർട്ട് വിൽക്കിൻസും ചെയ്യാൻ പോകുന്നത്. അതായത് മഗലിന് ശേഷം മറ്റൊരു വലിയൊരു ചരിത്ര യാത്ര എന്ന രീതിയിലാണ് ഇദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത്. ഇതിനുശേഷം രണ്ടാമത്തെ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഈ ഹുബർട്ട് വിൽക്കിൻസ് തന്നെയാണ്. നോട്ടിലസിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നുള്ളതാണ് വിശദമായിട്ട് ഇദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കും അത് അറിയാനായിട്ട് താല്പര്യമുണ്ടാകും. കാരണം വെറുതെ ഒരു കടലിന്റെ അടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു അന്തർവാഹിനിയാണ് നമ്മുടെ USS O-12 അഥവാ ഇപ്പോഴത്തെ ഈ നോട്ടിലസ്. അതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഈ നോർത്ത് പോളിന്റെ അടിയിലൂടെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരാൾ നേവൽ ആർക്കിടെക്ട് സൈമൺ ലേക്ക്. ഈ സൈമൺ ലേക്കിനെയും നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരാളാണ്. കാരണം ഇന്നുള്ള അന്തർവാഹിനികളിലെ പല സൗകര്യങ്ങളും ആദ്യമായിട്ട് കണ്ടെത്തുകയും അതൊക്കെ കറക്റ്റായിട്ട് പ്രാക്ടിക്കലായിട്ട് പിടിപ്പിക്കുകയും ഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യനാണ് ഈ പറയുന്ന ലേക്ക്. ഈ രീതിയിൽ ഏതാണ്ട് 200-ന് മുകളിൽ പേറ്റന്റുകളാണ് ഈ സൈമൺ ലേക്കിന്റെ പേരിൽ ഉള്ളത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന അന്തർവാഹിനിയിലെ പല കാര്യങ്ങളും ആദ്യം പിടിപ്പിച്ചതും ഘടിപ്പിച്ചതും ഒക്കെ നമ്മുടെ ഈ സൈമൺ ലേക്കാണ്. അതിന്റെ ഒരു പ്രിമിറ്റീവ് രൂപമൊക്കെ ഇദ്ദേഹം പരീക്ഷിച്ച് നോക്കിയത് ഇപ്പോൾ ഈ പറയുന്ന USS O-12 എന്ന ഈ നോട്ടിലസിലാണ്. ഇനി നേവൽ ആർക്കിടെക്ട് സൈമൺ ലേക്ക് ഇദ്ദേഹം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഈ നോട്ടിലസിൽ വരുത്തിയിരിക്കുന്നത്? ആദ്യമായിട്ട് നോട്ടിലസിന്റെ മുകളിൽ ഇദ്ദേഹം ഒരു മെക്കാനിക്കൽ പ്രോബ് ഘടിപ്പിച്ചു. നമ്മുടെ നാട്ടിലെ ഇലക്ട്രിക് ട്രെയിനുകളുടെ മുകളിൽ ഇതുപോലെ ഒരു മെക്കാനിക്കൽ പ്രോബ് ഇരിപ്പുണ്ട്. അതായത് കറണ്ട് പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മുകളിലെ ആ ഒരു കറണ്ടിന്റെ ലൈനിലേക്ക് തൊട്ട് ഉരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രോബ് ഇലക്ട്രിക് ട്രെയിനുകളുടെ മുകളിലേക്ക് നോക്കിയാലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലുള്ള ഒരു പ്രോബാണ് ഇദ്ദേഹം നോട്ടിലസിന്റെ മുകളിൽ ഇദ്ദേഹം വെച്ചത്. എന്തിനാണെന്നറിയാവോ? നോട്ടിലസിന്റെ മുകളിൽ തൊട്ട് പ്രോബ് ചെയ്ത് അറിയണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഉള്ളത്. നോട്ടിലസ് പോകുന്നത് ആർട്ടിക്കില് കടലിൽ ഐസ് ബർഗുകളുടെ കീഴെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുകളിൽ ഉള്ള ഐസ് ഷീറ്റുകളുടെ, ഡ്രിഫ്റ്റ് ഐസ് ഷീറ്റുകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ക്ലിയറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു മെക്കാനിക്കൽ പ്രോബ് നോട്ടിലസിന്റെ മുകളിൽ വെച്ചത്. അപ്പോൾ ഈ നോട്ടിലസിന്റെ മുകളിൽ ഈ മെക്കാനിക്കൽ പ്രോബ് നല്ല നീളമുണ്ട്. അത് പോയി തൊട്ട് കഴിയുമ്പോഴത്തേക്കും എത്രത്തോളം ദൂരത്താണ് അതുള്ളത് എന്ന്, ഈ മേളിൽ ഐസ് എത്രത്തോളം ദൂരത്തുണ്ട് എന്നുള്ള കാര്യം ഈ അന്തർവാഹിനിക്ക് ഉള്ളിലുള്ളവർക്ക് മനസ്സിലാവും. ഇനി അതുപോലെ നമ്മുടെ ജൂൾ വെണിന്റെ കഥയിൽ നെമോയുടെ നോട്ടിലസ് ഒരു ഐസ്ബർഗ് ഇതിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീണിട്ട് കുടുങ്ങിയ ഒരു സന്ദർഭമുണ്ട്. അത് യഥാർത്ഥത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതിവിടെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ സൈമൺ ലേക്ക് എന്ത് ചെയ്തു? അങ്ങനെ കുടുങ്ങിപ്പോയാൽ ഈ ഒരു ഐസ് ബർഗ് അല്ലെങ്കിൽ ഈ ഡ്രിഫ്റ്റ് ഐസ് ഷീറ്റുകളൊക്കെ തുളച്ച് വേണം ഈ നോട്ടിലസിന് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട്. അതിന് ഡ്രില്ലറുകൾ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ നോട്ടിലസിന്റെ പുറം ചട്ടയിൽ ഇദ്ദേഹം കുറച്ച് ഡ്രില്ലറുകൾ, ഈ തുളയ്ക്കുന്ന ഉപകരണങ്ങൾ ഇദ്ദേഹം ഘടിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ ഐസ് ഡ്രില്ല് ചെയ്തിട്ട് ഒരു സർഫസ് ഉണ്ടാക്കിയിട്ട്, ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതുവഴി ഇവർക്ക് രക്ഷപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ഘടിപ്പിച്ചത്. അത് മാത്രമല്ല, ഇതിൽ ചില ഡ്രില്ലുകൾക്ക് 4 മീറ്റർ വരെയും തുളച്ച് മുകളിലേക്ക് പോയിട്ട് ഒരു പൈപ്പ് കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുമായിരുന്നു. അതെന്തിനാണെന്ന് അറിയാമോ? ഇതിനകത്ത് ഒരു കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിന് മുകളിൽ നിന്ന് ഫ്രഷ് എയർ ഈ ഒരു ഡ്രില്ല് ചെയ്ത് പോകുന്ന ആ പൈപ്പിലൂടെ
മുകളിൽ നിന്ന് ഫ്രഷ് എയർ അകത്തേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഇദ്ദേഹം ഇതിനകത്ത് ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ ഈ നോട്ടിലസ് അത് USS O-12 ആയിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നത് യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ടോർപിഡോ ചേംബറുകളും ഉണ്ട്, ടോർപിഡോ വെക്കുന്ന ട്യൂബുകൾ. ഈ ടോർപിഡോ ട്യൂബുകൾ ഒട്ടനവധി ഇതിനകത്തുണ്ട്. അതിന്റെ എല്ലാത്തിന്റെ ആവശ്യമൊന്നും ഇവർക്കില്ല. കാരണം ഇവർ യുദ്ധത്തിനല്ല പോകുന്നത്, ടോർപിഡോ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ 1-2 ടോർപിഡോ ട്യൂബുകൾ ഇദ്ദേഹം എംറ്റി ആക്കി. ആ ടോർപിഡോ ട്യൂബുകൾ ഇദ്ദേഹം മൂൺ പൂളുകളാക്കി മാറ്റി. ഓഫ് ഷോറിലും കപ്പലുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ മൂൺ പൂള് എന്താണ് എന്നുള്ള കാര്യം അവർക്കറിയാം. കടലിന്റെ അകത്തേക്ക് വെള്ളത്തിനടിയിലേക്ക് കയറാനും ഇറങ്ങുവാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോർ, ഹൈ പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡോറാണ് ഈ മൂൺ പൂൾ എന്നറിയപ്പെടുന്നത്. വെറ്റ് പോർച്ച്, വെറ്റ് റൂം, വെറ്റ് ബെല്ല് എന്നിങ്ങനെ പല പേരുകളിലാണ് ഈ മൂൺ റൂമുകൾ അറിയപ്പെടുന്നത്. ഹൈ പ്രഷറിലുള്ള ഒരു ലിഡാണ്. അതിനകത്തുകൂടി അത് കടലിന്റെ അടിയിലുള്ള ഒരു ഭാഗത്ത്, ഓഫ് ഷോറിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കപ്പലിന്റെ അടിയിൽ, അന്തർവാഹിനിയുടെ ഒക്കെ അടിയിൽ ഭാഗത്ത് ഒരു ചെറിയ ഒരു ഗ്യാപ്പാണ്. അതുവഴി നമുക്ക് താഴേക്ക് ഇറങ്ങാം, മനുഷ്യന് തന്നെ ഇറങ്ങാം, അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഇറക്കിയിട്ട് പല ടെസ്റ്റുകൾ നടത്താനൊക്കെ സാധിക്കുകയും ചെയ്യും. ഹൈ പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡോർ, അത്രയും ഓർത്താൽ മതി. എന്താണെങ്കിലും അങ്ങനെ ഒരു എൻട്രൻസ് ടോർപിഡോ ട്യൂബുകൾ മാറ്റിയിട്ട് അദ്ദേഹം ഘടിപ്പിക്കുകയും ചെയ്തു. കാരണം നോർത്ത് പോളിലേക്കാണ് പോകുന്നത്, ഒട്ടനവധി പരീക്ഷണങ്ങൾ നടത്തേണ്ടതാണ്, ചിലപ്പോൾ ഡൈവേഴ്സിന് താഴേക്ക് ഇറങ്ങേണ്ടതൊക്കെയാണ്. അതിനുവേണ്ടിയാണ് ഇദ്ദേഹം ഈ മൂൺ പൂളുകൾ നിർമ്മിച്ചത്. ഇതിനുശേഷം സബ്മറൈൻ്റെ മുൻഭാഗങ്ങൾ അത് ഐസ് കട്ടകൾ ഇടിച്ചു തകർത്ത് പോകേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അതിന് ഇരുമ്പിന്റെയും സ്റ്റീലിന്റെ ഒക്കെ കവചങ്ങൾ ഇദ്ദേഹം പ്രത്യേകം ഘടിപ്പിച്ചു. അത് മാത്രമല്ല, ഇതുപോലെ വലിയ രീതിയിൽ എവിടെയെങ്കിലും പോയി ഹിറ്റ് ചെയ്യുക, ഇടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഷോക്ക് ഉണ്ടാവും. ആ ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള സിസ്റ്റവും ഇദ്ദേഹം ഇതിന്റെ പുറം ചട്ടകളിൽ നിർമ്മിക്കുകയും ചെയ്തു. ഇതിനും പുറമെ അന്തർവാഹിനിയുടെ മുകൾ ഭാഗത്ത് മുമ്പൊരു പ്രോബ് വെച്ച കാര്യം പറഞ്ഞല്ലോ, ഈ ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇദ്ദേഹം ടൊബോഗൺ, ആ രീതിയിലുള്ള ഇൻവെർട്ടഡ് ടൊബോഗണുകൾ ഇതിന്റെ മുകളിൽ പിടിപ്പിക്കുകയും ചെയ്തു. ഈ ടൊബോഗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഐസിന്റെ മുകളിലൂടെ ഇങ്ങനെ തെന്നി പോകാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ അങ്ങനെ കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അത്തരമൊരു സാധനമാണ് ഈ ടൊബോഗൺ എന്ന് വിളിക്കുന്നത്. അത് തല കുത്തിയിട്ട് ഇതിന്റെ മുകളിൽ ഇദ്ദേഹം വെച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐസ്ബർഗുകളുടെ അടിയിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇതിന്റെ മുകളിൽ ഇങ്ങനെ തൊട്ടല്ലേ പോകുന്നത്. അപ്പം ഈ ഐസിന്റെ മുകളിലൂടെ കുട്ടികൾ തെന്നി പോകുന്നത് പോലെ ഈ ഐസിന്റെ അടിയിൽ ഈ നമ്മുടെ നോട്ടിലസ് ഇങ്ങനെ തെന്നി തൊട്ടുരുമ്മി പോകണം. കൂടുതൽ ക്ഷതമൊന്നും ഇതിന് വരരുത്. അതുകൊണ്ടാണ് ഇൻവെർട്ടഡ് ടൊബോഗൺസ് ഇദ്ദേഹം ഇതിന്റെ മുകളിൽ ഘടിപ്പിച്ചത്. ഇതുകൂടാതെ നോട്ടിലസിന് ഡെപ്ത് ബോംബുകൾ ഇടാനുള്ള സൗകര്യം കൂടി ഇദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. ഡെപ്ത് ബോംബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴക്കടലിൽ ഒരു പ്രത്യേക ഒരു ആഴത്തിലൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും ടൈമർ ഓൺ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ സമയത്ത് അത് ഈ ആഴക്കടലിൽ പ്രത്യേക ആഴത്തിൽ പോയി പൊട്ടുന്ന ബോംബുകളാണ്. ഇത് മുമ്പ് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാൽ ബോംബ് പൊട്ടിച്ച് ചിതറിച്ചിട്ട് അവിടെ നിന്ന് ഈ നോട്ടിലസിന് പുറത്തേക്ക് ഇറങ്ങി വരണം. അതിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ആഴക്കടലിൽ ഇതുപോലുള്ള ശക്തി കൂടിയ ഡെപ്ത് ബോംബുകൾ പൊട്ടിക്കാനുള്ള സൗകര്യം കൂടിയിട്ട് നമ്മുടെ ഈ നോട്ടിലസിൽ ഇദ്ദേഹം ഉണ്ടാക്കി കൊടുത്തത്. അവസാനമായിട്ട് നോട്ടിലസിന് ആഴക്കടലിൽ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശക്തിയേറിയ സെർച്ച് ലൈറ്റുകൾ ഇതിന് ചുറ്റും പല സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഘടിപ്പിക്കുകയും ചെയ്തു. സൈമൺ ലേക്ക് നമ്മുടെ ഈ USS O-12 എന്ന് പറഞ്ഞ ഈ നോട്ടിലസിൽ നടത്തിയ അനേകം മാറ്റങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒട്ടനവധി മാറ്റങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ഈ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാം പൂർത്തിയായി. USS O-12 ഇപ്പോൾ എല്ലാം സജ്ജീകരിച്ചിരിക്കുന്ന, നോർത്ത് പോളിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്ന നോട്ടിലസായി മാറിയിരിക്കുകയാണ്. ഇനി സാവധാനം ഇവിടെ നിന്ന് പോവുകയേ വേണ്ടൂ. 1931 ജൂൺ 4 നമ്മുടെ ഈ USS O-12 എന്ന് പറയുന്ന നോട്ടിലസ് ഈ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന യാത്രയ്ക്ക് ആരംഭം കുറിച്ചത്. ആ സമയത്ത് ഇതിനകത്ത് 20 ആളുകളാണ് ഉണ്ടായിരുന്നത്. ന്യൂയോർക്കിൽ നിന്ന് അറ്റ്ലാന്റിക് മറികടന്നിട്ട് ഇംഗ്ലണ്ടിലെ പ്ലിമത്ത് എന്ന് പറയുന്ന ആ ഒരു തുറമുഖത്ത് എത്തിച്ചേരുക, ഇതായിരുന്നു ഇതിന്റെ ആദ്യ ലെഗിൽ ഇവരുടെ യാത്ര ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു യാത്രയിൽ ശക്തമായ കൊടുങ്കാറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ ഈ നോട്ടിലസിന് കാര്യമായ തകരാറുകൾ ഉണ്ടാകുകയും ചെയ്തു. ഈ ദൂരമെല്ലാം ജലപ്പരപ്പിലൂടെ തന്നെ ഈ പെരിസ്കോപ്പിക് ലെവലിൽ തന്നെയാണ് ഈ ഒരു നോട്ടിലസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്താണെങ്കിലും ശക്തിയേറിയ കാറ്റിൽ ഈ നോട്ടിലസിന് കാര്യമായ ക്ഷതം, പ്രഹരം ഏൽക്കുകയും പിന്നീട് മുന്നോട്ട് സ്വയം നീങ്ങാൻ സാധിക്കാതെ വരികയും ചെയ്തു. ഇതിന്റെ പങ്കുകൾ, പ്രൊപ്പല്ലറുകളൊക്കെ കേടാകുകയൊക്കെ ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു കപ്പൽ എത്തിയിട്ട് ഇതിനെ വലിച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയത്. ശേഷം അവിടെ നിന്ന് തെക്കൻ അയർലൻഡിന്റെ തീരത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരാഴ്ച കൊണ്ട് ഇട്ടിട്ട് അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത ശേഷമാണ് ഇവർക്ക് വീണ്ടും വടക്കോട്ടേക്ക് നോർത്ത് പോൾ ലക്ഷ്യമാക്കി നീങ്ങാനായിട്ട് സാധിച്ചത്. ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ഈ നോട്ടിലസ് നോർവീജിയൻ തീരങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങിയത്. അതിനുശേഷം അവസാനം നോർവേയുടെ വടക്ക് ഭാഗത്ത് ആർട്ടിക് സർക്കിളിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്പിറ്റ്സ്ബെർഗൻ എന്നറിയപ്പെടുന്ന ഒരു ദ്വീപിൽ എത്തിച്ചേർന്നു. ഈ സ്പിറ്റ്സ്ബെർഗൻ ദ്വീപിൽ വീണ്ടും ഒരു ദിവസം ഇവർക്ക് വീണ്ടും അവിടെ കിടക്കേണ്ടി വന്നു. കാരണം ഈ നോർവീജിയൻ തീരങ്ങളിലൂടെയുള്ള യാത്രയിൽ വീണ്ടും നമ്മുടെ ഈ നോട്ടിലസിന് കൂടുതൽ പരിക്കുകൾ, കാറ്റിലും കൂടുതലും ഒക്കെ പെട്ടിട്ട് വരികയും അതെല്ലാം വീണ്ടും നന്നാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 24 മണിക്കൂർ ഈ പറയുന്ന സ്പിറ്റ്സ്ബെർഗൻ എന്ന് പറയുന്ന ആ ഒരു ദ്വീപിൽ ഇവർക്ക് കിടക്കേണ്ടി വരികയും ചെയ്തു.
ഒരാഴ്ച അവിടെ പോയി, ഇവിടെ വേറൊരു ദിവസം പോയി. ന്യൂട്ടലസിന്റെ യാത്ര അങ്ങനെ ലാഗായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ലാഗായുള്ള പ്രശ്നം എന്താണ്? ആർട്ടിക്കിൽ മഞ്ഞ് കൂടി വരുന്ന ഒരു സമയമാണ്, ഒരു സീസണാണ്. ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ ന്യൂട്ടലസിന് മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ വരും. അതുകൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായിട്ടും തീർക്കാതെയാണ് സ്വിസ്ബർഗിൽ നിന്ന് ഈ വിൽക്കിൻസ് വീണ്ടും ഈ ന്യൂട്ടലസുമായിട്ട് വടക്കോട്ടേക്ക് നീങ്ങിയത് എന്നാണ് പറയുന്നത്. ഇനിയും താമസിച്ച് പോയി കഴിഞ്ഞാൽ ന്യൂട്ടലസ് എവിടെയെങ്കിലും കുടുങ്ങിപ്പോകുമോ എന്നുള്ള ഭയം ഇദ്ദേഹത്തിന് നല്ല രീതിയിലുണ്ടായിരുന്നു. ക്യാപ്റ്റൻ നെമോയ്ക്ക് ആ നോവലിൽ ആ ഭയം ഇല്ലായിരുന്നു. കാരണം അത് നോവലാണ്, പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ള ധൈര്യത്തിലാണ് നെമോ പോയത്. പക്ഷെ ഇവിടെ ശരിക്കുള്ള ഹുബർട്ട് വിൽക്കിൻസിന് ആ ഒരു ധൈര്യം, ആ ഒരു ഉറപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം. കാരണം ഇദ്ദേഹത്തിന്റെ പല നീക്കങ്ങളിലും ഈ ഒരു സംശയം ഇദ്ദേഹം കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും വിൽക്കിൻസിനുണ്ടായ സംശയങ്ങളൊക്കെ ശരിയായിരുന്നു. കൂടുതൽ വടക്കോട്ടേക്ക് പോകും തോറും കൂടുതൽ തണുപ്പായി. ഐസ്ബർഗുകൾ, ഹിമാനികൾ, ഡ്രിഫ്റ്റ് ഐസുകളൊക്കെ ഇതിന്റെ മുകളിൽ വന്ന് അടിഞ്ഞുകൂടാനായിട്ട് തുടങ്ങി. സൈഡിലും മുകളിലും ഒക്കെ ഐസുകൾ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഇവരിപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാപനികൾ ഒന്നും തന്നെയും ഈ നോർത്ത് പോളിൽ, ഇവിടുത്തെ കൊടും ശൈത്യത്തിൽ, അവിടുത്തെ ജിയോഗ്രഫിയിൽ വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം ഇവർക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങി. ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് നിർമ്മിച്ചു വെച്ച പല കാര്യങ്ങളും ഇവർക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു കാര്യം ഓർക്കുക, ഞാൻ ഈ പറഞ്ഞ എല്ലാ സമയത്തും ഈ ന്യൂട്ടലസ് പെരിസ്കോപ്പിക് ഡെപ്തിൽ സർഫസിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇത് മുങ്ങിയിട്ടില്ല. കൂടുതൽ വടക്കോട്ട് പോകും തോറും ഐസ്ബർഗുകൾ കണ്ടമാനം ഇതിന് ചുറ്റും വന്ന് അടിയുന്നു. ആ തണുപ്പ് കൂടി വരുന്നു. ഇതിന്റെ ഫ്രഷ് വാട്ടർ സിസ്റ്റം ഒക്കെ തകരാറിലായി. വാട്ടർ സിസ്റ്റം പൂർണ്ണമായിട്ടും തകരാറിലായി. അത് മാത്രമല്ല ഹീറ്റിംഗ് സിസ്റ്റം തകരാറിലായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ന്യൂട്ടലസിന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ കണ്ടമാനം അറ്റകുറ്റപ്പണികൾ നടത്തിയത് കൊണ്ടാവണം ഇതിന്റെ പുറം ചട്ടയിൽ 1-2 സ്ഥലത്ത് ചെറിയ ലീക്കുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഈ രീതിയിൽ ഉത്തരധ്രുവം വരെ എങ്ങനെ പോകാൻ സാധിക്കുമെന്ന് വിൽക്കിൻസ് ഓർത്തു. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഒരു പക്ഷേ ആർട്ടിക് ഐസിൽ ഇത് തവിട് പൊടിയായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന് കയറാനായിട്ട് തുടങ്ങി. അങ്ങനെ വീണ്ടും ഒരു 10 ദിവസങ്ങൾക്ക് ശേഷം ന്യൂട്ടലസ് 82 ഡിഗ്രി നോർത്തിൽ എത്തിച്ചേർന്നു. പലർക്കും 82 ഡിഗ്രി നോർത്ത് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് പറയാം. നമ്മുടെ ഇക്വേറ്റർ, ഭൂമധ്യരേഖ, ഭൂമിയുടെ നടുഭാഗം, അത് 0 ഡിഗ്രി നോർത്താണ്. അവിടെയാണ് ഞാനിപ്പോൾ കൈവച്ചിരിക്കുന്നത്. ഈ കൈ ഞാൻ വടക്കോട്ടേക്ക് നീങ്ങി കഴിഞ്ഞാൽ 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി, അവസാനം ഉത്തരധ്രുവം നോർത്ത് പോളിൻ്റെ അവിടെ എത്തുമ്പോൾ 90 ഡിഗ്രി നോർത്താണ്. അതായത് ഭൂമധ്യരേഖയിൽ ഇരിക്കുന്ന ആൾ 0 ഡിഗ്രി നോർത്തിലും നോർത്ത് പോളിൽ ഇരിക്കുന്ന ആൾ 90 ഡിഗ്രി നോർത്തിലുമാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവർ 82 ഡിഗ്രി നോർത്തിൽ എത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതാണ്ട് ഉത്തരധ്രുവത്തിന്റെ ആ ഒരു ഏരിയയിൽ, ആർട്ടിക് സർക്കിളിന്റെ ഭാഗത്ത് ഇവർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ്. ഈ 82 ഡിഗ്രി നോർത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മനുഷ്യൻ സ്ഥിരമായിട്ട് താമസിക്കുന്ന അവസാനത്തെ സ്ഥലം വടക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യൻ സ്ഥിരമായിട്ട് താമസിക്കുന്ന, മനുഷ്യ സാന്നിധ്യമുള്ള അവസാനത്തെ സ്ഥലം ഇരിക്കുന്നത് ഈ 82 ഡിഗ്രി നോർത്ത് വരെയും ഉള്ളൂ. 82 ഡിഗ്രി നോർത്ത് മുതൽ 90 ഡിഗ്രി നോർത്ത് വരെയും മഞ്ഞുകട്ടകൾ മാത്രമേ ഉള്ളൂ, മനുഷ്യൻ ഇല്ല. 82 ഡിഗ്രി നോർത്തിൽ മനുഷ്യൻ വസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കാനഡയിലെ അലേർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഒരു ദ്വീപിലിരിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ്. കാനഡ രാജ്യത്തിന്റെ ഒരു മിലിറ്ററി സ്റ്റേഷനാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് സ്ഥിരമായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും വന്നും ഇരിക്കും. അതുകൊണ്ടാണ് സ്ഥിരമായിട്ടുള്ള ഒരു മനുഷ്യ സാന്നിധ്യം ഈ 82 ഡിഗ്രി നോർത്തിൽ ഉള്ളത്. എന്താണെങ്കിലും ഈ 82 ഡിഗ്രി നോർത്ത് വരെയുമാണ് നമ്മുടെ ഈ ന്യൂട്ടലസ് എന്ന് പറഞ്ഞ ഒരു അന്തർവാഹിനി എത്തിയിരിക്കുന്നത്. ഇതുവരെയും ഇത് സർഫസിലൂടെ പെരിസ്കോപ്പിക് ഡെപ്തിലൊക്കെയാണ് ഇത് ഇവിടം വരെയും എത്തിച്ചേർന്നത്. ഇനി 82 ഡിഗ്രി നോർത്തിൽ ചെന്ന ശേഷം ഇനി അങ്ങോട്ടേക്ക് ഹിമാനികൾ അടുപ്പിച്ചടിച്ച് വന്ന് കിടക്കുകയാണ്. ഐസ്ബർഗുകളെല്ലാം വന്ന് തിക്കായിട്ട് ഐസ് പാക്ക് വന്ന് കിടക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് ഈ സർഫസിലൂടെ പോകാനായിട്ട് സാധിക്കില്ല. 82 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രി വരെയുള്ള ആ ദൂരം അവർക്കിനി ഈ ആർട്ടിക് സമുദ്രത്തിന്റെ അടിയിലൂടെ വേണം പോകാനായിട്ട്. ഇതിനിടയ്ക്ക് വേറെ കാര്യം ചോദിക്കുകയാണ്. 82 ഡിഗ്രിയും 90 ഡിഗ്രിയും നോർത്തും ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ഇരുന്നുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര ഡിഗ്രി നോർത്തിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറ്റുമെങ്കിൽ കമന്റ് ചെയ്യും. എന്താണെങ്കിലും നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. 82 ഡിഗ്രി നോർത്തിൽ നിന്ന് ഇനി ഈ അന്തർവാഹിനി മുക്കാനായിട്ട് താഴേക്ക് ഇറക്കാനായിട്ട് ഇവർ നോക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് അടുത്ത പ്രശ്നം ഈ വിൽക്കിൻസ് നോട്ട് ചെയ്തത്. ഇതിന്റെ സൈഡിലുള്ള ചിറകുകൾ, ഈ അന്തർവാഹിനിയുടെ ഏറ്റവും പുറകിൽ ഇത് താഴേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉയർന്നു വരാനും താഴ്ന്നു പോകാനും വേണ്ടിയിട്ട് 2 ചിറകുകളുണ്ട്. അതിനെ സ്റ്റേൺ പ്ലെയിൻസ് അല്ലെങ്കിൽ ഡൈവിംഗ് പ്ലെയിൻസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. സ്റ്റേൺ പ്ലെയിൻസ് അല്ലെങ്കിൽ ഡൈവിംഗ് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ 2 ചിറകുകൾ, ഈ സൈഡിലുള്ള, വശങ്ങളിലുള്ള, പുറകിലുള്ള ആ 2 ചിറകുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഇതിനെ താക്കാനും അതുപോലെ പൊക്കാനും ഇതിനടിയിലൂടെ പോകുമ്പോഴേക്കും ഇതിന്റെ ഡയറക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാനും പറ്റുകയുള്ളൂ. ഈ 2 സാധനവും ഇപ്പോൾ നമ്മുടെ ഈ ന്യൂട്ടലസിൽ ഇല്ല, അല്ലെങ്കിൽ തകരാറിലായി കിടക്കുകയാണ്. ഈ വരുന്ന വഴി പല സ്ഥലങ്ങളിൽ ഇടിച്ചും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാണ് ഇവിടം വരെ ഇവന്മാർ എത്തിയത്. അതിനിടയ്ക്ക് ഇത് പോയ വിവരം ഈ താക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് വിൽക്കിൻസിന് മനസ്സിലായത്. സാധാരണഗതിയിൽ നമ്മളാണെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിലും ഇവിടെ വെച്ച് യാത്ര അവസാനിപ്പിക്കേണ്ടതാണ്. കാരണം 82 ഡിഗ്രി നോർത്ത് വരെയും വന്നു, അത് വലിയൊരു കാര്യമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി സമുദ്രത്തിന്റെ അടിയിലൂടെ പോകാനായിട്ട് സാധ്യമല്ല. കാരണം ഇതിന്റെ സ്റ്റേൺ ഫിൻസ് ഇല്ല.
പക്ഷേ ഇവിടെ നമ്മുടെ വിൽക്കിൻസ് നേരിടുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. നാട്ടുകാരുടെ മുഴുവൻ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിയതാണ് എത്ര പേരുടെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് മേടിച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു കാരണം കൊണ്ടിട്ട് ഇവിടെ നിർത്തിയിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഇദ്ദേഹത്തിന് സമാധാനം പറയേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും വിൽക്കിൻസിന് തിരിച്ചു പോരണം എന്ന് തോന്നിയില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു, എന്ത് റിസ്ക് എടുത്തിട്ടും കുറച്ച് ദൂരം കൂടി ഈ ആഴക്കടലിലേക്ക് ഊളിയിട്ടിട്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെ ഇദ്ദേഹം തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ആഗസ്റ്റ് മാസം 31 തീയതി നമ്മുടെ ഈ നോട്ടിലസ് ആർട്ടിക് സമുദ്രത്തിന്റെ അടിയിലേക്ക് താഴുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആർട്ടിക് സമുദ്രത്തിന്റെ അടിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആദ്യത്തെ അന്തർവാഹിനിയായിട്ട് USS O-12 എന്ന ഈ ഒരു നോട്ടിലസ് അങ്ങനെ മാറി. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മൾ മുമ്പ് പറഞ്ഞ സ്റ്റേൻ പ്ലൈൻസ് വശങ്ങളിലെ ചെറുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് വിൽക്കിൻസിന് സാധിച്ചില്ല. ഇത് പല സ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോയി ഇടിക്കാനായിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ ഇടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ പരിക്കുകൾ ഈ ഒരു നോട്ടിലസിന് വരാനായിട്ട് തുടങ്ങി. കൂടുതൽ പരിക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഇവർ നോർത്ത് പോൾ വരെ എത്തിച്ചേരുക? ഇതിനിടയ്ക്ക് ഇവരുടെ വീഡിയോ ട്രാൻസ്മിഷൻ ആ ഉപകരണങ്ങളൊക്കെ തകരാറിലായി, അതൊന്നും വർക്ക് ചെയ്യാതായി. അതുകൊണ്ട് തന്നെ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇവർക്ക് ഇല്ലാതായി. ഇവരുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതോടെ അമേരിക്കയിലുണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു, ഒരു റെസ്ക്യൂ മിഷൻ വരെയും പ്ലാൻ ചെയ്തു. ഇത് നഷ്ടപ്പെട്ടു, ഈ നോട്ടിലസ് ഉത്തരധ്രുവത്തിൽ എവിടെയോ മുങ്ങിപ്പോയി എന്ന് തന്നെയാണ് അമേരിക്കയിലുണ്ടായിരുന്ന ആളുകൾ കരുതിയത്. കാരണം ഇവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇപ്പോഴില്ല. പക്ഷേ ഈ സമയത്തൊക്കെ നോട്ടിലസിലെ 20 നാവികർ ജീവനോടെ തന്നെയുണ്ട്. അവർ മുങ്ങിയും താന്നും അവിടെ ഇവിടെയൊക്കെ ഇടിച്ചും ഒക്കെ ഇവർ സാവധാനം മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഉത്തരധ്രുവത്തിൽ എത്തിച്ചേരാനൊന്നും പോകുന്നില്ല. 82 ഡിഗ്രിയിൽ നിന്ന് 83 ഡിഗ്രി വരെ പോയേക്കാം, അതിൽ കൂടുതലൊന്നും പോകാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ഇവിടം വരെ എത്തിയതല്ലേ, ഇവിടെ നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, മുമ്പ് പറഞ്ഞ ആ മൂന്ന് ഡോറൊക്കെ വഴി ഇവരെന്ത് ചെയ്തു, കൂടുതൽ മാപനികൾ ഉപകരണങ്ങളൊക്കെ താഴേക്ക് ഇറക്കി അവിടുത്തെ ആഴങ്ങൾ അളന്നു. അവിടുത്തെ ജലത്തിൻ്റെ സാമ്പിൾസ് ഇവർ എടുത്തു, ഐസ് കട്ടകളുടെ സാമ്പിൾസ് എടുത്തു. കൂടുതൽ കാര്യങ്ങൾ ഇവർ പഠിക്കാനായിട്ട് ശ്രമിച്ചു. ഏതായാലും പൈസ മുടക്കി ഇവിടം വരെ എത്തിയതാണ്. ഏതായാലും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയുമില്ല. പക്ഷെ ഇവിടം വരെ എത്തിയത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഭാവിയിൽ ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾക്ക് ഉണ്ടാവണം എന്നുള്ള ചിന്തയായിരുന്നു വിൽക്കിൻസിനും ബാക്കിയുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, സാവധാനമാണ്, ഇടിച്ചും തെറിച്ചും ഒക്കെ മുങ്ങിയൊക്കെയാണ് നോട്ടിലസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം സമയം ഇവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഡേറ്റ ഇവർ ഇതിനകത്ത് എഴുതി വെക്കാനും ഒക്കെയാണ് ഇവർ കൂടുതൽ സമയവും ചെലവഴിച്ചത്. 82 ഡിഗ്രി നോർത്തിൽ നിന്നും ഏതാണ്ട് ഒരു 800 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമാണ് യഥാർത്ഥ നോർത്ത് പോളിൽ ഉത്തരധ്രുവത്തിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അത്രയും ദൂരം പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ. കുറച്ച് ദൂരമൊക്കെ ഇവർ പോയി. അത് എത്രത്തോളം ദൂരം പോയി എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴേക്കും വിൽക്കിൻസ് പറഞ്ഞു, മതി, നിർത്ത്, നമുക്കിനി പോകാൻ പറ്റില്ല. ആവശ്യമുള്ള ഡേറ്റയൊക്കെ നമ്മൾ കളക്ട് ചെയ്തു, നമ്മളെ കൊണ്ട് ഇതേ പറ്റിയൂ. അങ്ങനെ ഒരു ദിവസം വിൽക്കിൻസ് ഈ നോട്ടിലസിനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ സെപ്റ്റംബർ 20 നോട്ടിലസ്, അതിലുണ്ടായിരുന്ന 20 നാവികർക്കും യാതൊരു കുഴപ്പവും ഇല്ലാതെ, എന്നാൽ നോട്ടിലസിന് കാര്യമായ ക്ഷതങ്ങളൊക്കെ സംഭവിച്ചാണെങ്കിലും ഇവർ സെപ്റ്റംബർ 20 അല്ല മുമ്പ് പറഞ്ഞ ആ നോർവേയുടെ വടക്കുള്ള ഒരു ദ്വീപുണ്ടല്ലോ, സ്വിറ്റ്സ്ബർഗൻ, ആ ഒരു ദ്വീപിൽ ഇവർ തിരിച്ച് എത്തിച്ചേർന്നു. ഈ സ്വിറ്റ്സ്ബർഗൻ ദ്വീപിൽ നിന്നും എങ്ങനെയെങ്കിലും തെക്കോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഈ അന്തർവാഹിനിയെ ഇംഗ്ലണ്ടിൽ അതിന് തീരത്ത് എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണം. അവിടെ നിന്ന് പിന്നീട് ഇത് അമേരിക്കൻ സേനയ്ക്ക് വന്ന് റിപ്പയർ ചെയ്യാൻ പറ്റും, എങ്ങനെയെങ്കിലും അവിടെ കൊണ്ട് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു ഈ നമ്മുടെ വിൽക്കിൻസ് ഉണ്ടായിരുന്നത്. എന്നാൽ കൊടുങ്കാറ്റ് വീണ്ടും ആഞ്ഞടിച്ചു. ഈ നോട്ടിലസിന് കൂടുതൽ പരിക്കുകൾ പറ്റിയതോടെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കാതെ വന്നു. അവസാനം നോർവീജിയൻ തുറമുഖമായിട്ടുള്ള ബെർഗൻ എന്ന് പറഞ്ഞൊരു പോർട്ടിൽ നോട്ടിലസ് ഈ യാത്ര എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാവികർ തന്നെ നഷ്ടപ്പെടും. ഇതുവരെയും ജീവനൊന്നും പോയിട്ടില്ല. നോട്ടിലസിനെ ആ ബെർഗൻ പോർട്ടിൽ ഉപേക്ഷിച്ച ശേഷം, അവിടെ ഡോക്ക് ചെയ്ത ശേഷം, ഈ വിൽക്കിൻസും കൂട്ടരും ബാക്കിയുള്ള നാവികരും അവർ പരിക്കളൊന്നും കൂടാതെ അവർക്ക് കിട്ടിയ ഡേറ്റ ഒക്കെ ആയിട്ട് അവരവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ആ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇതിനോടകം ഇനി ഒരിക്കലും നന്നാക്കി എടുക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യമായ തകരാറുകൾ ഈ നോട്ടിലസിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുകൾക്ക് ആശ്വാസമായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ചരിത്ര ദൗത്യത്തിലേക്ക് പോയ ഈ 20 പേര് ജീവനോടെ 82 ഡിഗ്രി വരെയും പോയെങ്കിലും അവർ അവിടെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച ശേഷം ഡേറ്റയൊക്കെ കളക്ട് ചെയ്തിട്ട് ജീവനോടെ ഇവർ തിരികെ വന്നു. അത് വലിയൊരു കാര്യമായിട്ട് ആളുകൾ കരുതി. പക്ഷേ ഈ നോട്ടിലസിനെ ഇനി എന്ത് ചെയ്യാൻ, അതിനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ നോർവീജിയൻ തീരത്ത് ഈ നോട്ടിലസിനെ മുക്കിക്കളയുവാൻ തന്നെയാണ് US നാവികസേന തീരുമാനമെടുത്തത്. അങ്ങനെ അവസാനം 1931 സെപ്റ്റംബർ മാസം 20 തീയതി ഈ ചരിത്ര യാത്ര നടത്തിയ USS O-12 എന്ന നോട്ടിലസ് എന്ന ആ ഒരു അന്തർവാഹിനി നോർവേയുടെ തീരത്തുള്ള ഒരു സ്ഥലത്ത് ആഴക്കടലിൽ മുക്കിക്കളയുവാൻ തന്നെ ഇവർ തീരുമാനമെടുത്തു. ഏതാണ്ട് 347 മീറ്റർ താഴ്ചയിലേക്കാണ് ഇവർ ഈ നമ്മുടെ നോട്ടിലസിനെ എന്നേക്കുമായിട്ട് മുക്കിയത്. വിൽക്കിൻസിനും നോട്ടിലസിനും 82 ഡിഗ്രി നോർത്ത് വരെയും പോകാനായിട്ടേ സാധിച്ചുള്ളൂ. ഇവർക്ക് ലക്ഷ്യം കാണാൻ സാധിച്ചില്ല. എങ്കിലും മുമ്പ് പറഞ്ഞതുപോലെ പിന്നീട് ഈ ഒരു ഭാഗത്തേക്ക് ഇത്തരം യാത്ര നടത്താൻ സാധ്യതയുള്ള ആളുകൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടുന്ന രീതിയിൽ കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു യാത്ര അവസാനിച്ചത്. മാത്രവുമല്ല,
കുറച്ചുകൂടെ സൗകര്യങ്ങളുള്ള ഒരു അന്തർവാഹിനിയിൽ ഉറപ്പായിട്ടും ഈ നോർത്ത് പോളിന്റെ അടിയിലൂടെ യാത്ര ചെയ്യാം, അത് മറികടന്ന് അപ്പുറേ പോകാം എന്ന് വിൽക്കിൻസ് തെളിയിക്കുകയും ചെയ്തു. 1981 കുറച്ച് നോർവീജിയൻ ഡൈവേഴ്സ് അവരെന്ത് ചെയ്തു, നമ്മുടെ ഈ നോട്ടിലസിനെ മുക്കിയ സ്ഥലത്ത് അവർ വീണ്ടും ഒന്നുകൂടി ഒന്ന് മുങ്ങി നോക്കി, ഇതവിടെ കിടപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം മാറിയിട്ട് നമ്മുടെ ഈ നോട്ടിലസിന്റെ അവശിഷ്ടങ്ങൾ അവർക്ക് കണ്ടെത്തുവാൻ സാധിക്കുക തന്നെ ചെയ്തു. ഓർക്കുക, ഒരു കടൽ ജീവി, അതിന് നോട്ടിലസ് എന്ന്, നാവികൻ എന്നർത്ഥമുള്ള നോട്ടിലസ് എന്ന് ആരോ പേരിട്ടു. ആ കടൽ ജീവിയുടെ നോട്ടിലസ് എന്ന പേരിൽ നിന്നും 1800കളിൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള കൈകൊണ്ട് കറക്കിയാൽ ഓടുന്ന ഒരു അന്തർവാഹിനി ഫുൾട്ടൺ നിർമ്മിച്ചെടുത്തു. ആ പേരിൽ നിന്ന് സയൻസ് ഫിക്ഷൻ നോവലുകളുടെ തമ്പുരാനായ നമ്മുടെ ജൂൾ വേൺ തന്റെ സാങ്കല്പിക നോട്ടിലസിനെ സൃഷ്ടിച്ചെടുത്തു. കഥയിലാണെങ്കിൽ പോലും ആ നോട്ടിലസ് ദക്ഷിണ ധ്രുവത്തിൽ അതിന്റെ അടിയിലൂടെ എത്തിച്ചേർന്നു. ആ കഥയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ഹുബർട്ട് വിൽക്കിൻസ് എന്ന ഓസ്ട്രേലിയൻ പൗരൻ അമേരിക്കൻ അന്തർവാഹിനിയുമായിട്ട്, അതേ പേരിലുള്ള അമേരിക്കൻ അന്തർവാഹിനിയുമായിട്ട് ഈ 82 ഡിഗ്രി നോർത്ത് വരെയും എത്തിച്ചേർന്നു. മുങ്ങിക്കപ്പലിൽ ഉത്തരധ്രുവത്തിൽ എത്തിച്ചേരണമെന്ന ആഗ്രഹം ബാക്കിയാക്കി മരണമടഞ്ഞ ഹുബർട്ട് വിൽക്കിൻസ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാതെ നോർവീജിയൻ കടലിൽ മുങ്ങിത്താണ് USS O-12 എന്ന നോട്ടിലസ്. പക്ഷെ ഭാവിയിൽ മറ്റൊരു അന്തർവാഹിനിക്ക് ദൗത്യം പൂർത്തീകരിക്കാൻ പാകത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും വഴിവെട്ടുകയും ചെയ്തിട്ടാണ് വിൽക്കിൻസും നോട്ടിലസും ചരിത്രത്തിലേക്ക് പിൻവാങ്ങിയത്. വിൽക്കിൻസിന്റെ അന്തർവാഹിനി കടലിൽ മുങ്ങിയ ശേഷം കൃത്യം 20 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു അന്തർവാഹിനി അതേ പേരിൽ ഭൂമിയിൽ പിറവിയെടുത്തു. ആ അന്തർവാഹിനിയുടെ കാര്യമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ലോകത്തിലെ ആദ്യത്തെ ആറ്റോമിക് പവേർഡ് സബ്മറൈൻ ആണവ അന്തർവാഹിനി നോട്ടിലസ്. അങ്ങനെ കടലിൽ മുക്കിക്കളഞ്ഞ പഴയ നോട്ടിലസ് ഒരു ആണവ അന്തർവാഹിനിയായി ഇപ്പോൾ പുനർജനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പഴയ നോട്ടിലസ് ബാക്കി വെച്ച ആ സ്വപ്നം പൂർത്തീകരിക്കേണ്ടതല്ലേ? അതെ, വിൽക്കിൻസിന്റെ കഥ വീണ്ടും ആവർത്തിക്കുകയാണ്. വിൽക്കിൻസ് എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് കഥ തുടരുകയാണ്. മറ്റൊരു നോട്ടിലസ് പഴയ നോട്ടിലസിന്റെ സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. വിൽക്കിൻസിന്റെ സ്ഥാനത്ത് കമാൻഡർ വില്യം റോബർട്ട് ആൻഡേഴ്സൺ ആണ് ഉള്ളത്. അതായത് എന്റെ കയ്യിൽ ലോകത്തിലെ ആദ്യത്തെ ആറ്റമിക് സബ്മറൈൻ നോട്ടിലസ്. പക്ഷെ എന്തിനാണ് ഈ കമാൻഡർ ആൻഡേഴ്സനെ വാഷിംഗ്ടണിലേക്ക് ധൃതി പിടിച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഉടൻ തന്നെ നോർത്ത് പോളിന്റെ അടിയിലൂടെ പോകണം എന്നുള്ള നിർദ്ദേശം ഈ അമേരിക്കൻ അധികൃതർ കൊടുത്തത്? അതിന്റെ കാരണം എന്താണ്? അങ്ങനെ പോയാൽ ഇതുവരെയും ആരും കാണാത്ത ആ ലക്ഷ്യം, ഇതുവരെയും ആരും കാണാത്ത ആ കടല്, ആ കടലിന്റെ ആഴങ്ങൾ ഇദ്ദേഹത്തിന് കാണാനായിട്ട്, ഇദ്ദേഹത്തിനും ഈ പുതിയ നോട്ടിലസിനും കാണാൻ സാധിക്കുമോ? ഇതിന്റെ അവസാന പാർട്ടാണ് അടുത്ത വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ നോട്ടിലസിൽ, ആറ്റമിക് റിയാക്ടറൊക്കെ ഉള്ള പുതിയ നോട്ടിലസിൽ ഇതേ സ്ഥലത്തൂടെ നമ്മൾ ഉത്തരധ്രുവത്തിന്റെ അടിയിലൂടെ പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ആൻഡേഴ്സനും പുതിയ നോട്ടിലസുമാണ് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴുള്ളത്. നമുക്കതിന് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.